ഒന്ന്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചോ. ഞാൻ കഴിഞ്ഞ ദിവസവും അവിടെ തിരുവല്ലയിൽ സംസാരിച്ചപ്പോൾ വേറൊരു ഭാഗത്ത് നിന്ന് ഈ പ്രയോഗം തന്നെയാണ്, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. നമുക്ക് തരുന്ന സമയം നഷ്ടപ്പെടുത്തി കളയരുത്. വിശുദ്ധ തിരുവെഴുത്തിൽ നാം ഇങ്ങനെ വായിക്കുകയും പഠിക്കുകയും പലപ്പോഴായിട്ട് കേൾക്കുന്നുണ്ട്, ഇത് സുപ്രസാദ കാലമാണ്, ഇത് രക്ഷാദിവസമാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ആയുസ്സും അവസരവും സമയവും ഒന്നും നഷ്ടപ്പെടുത്തി കളയരുത്. ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. നമുക്കറിയാം, തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങൾ, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങളാണ്. ലേഖനങ്ങളെല്ലാം ഉണ്ടെങ്കിലും വേദ പഠിതാക്കൾ വിശേഷമായിട്ട് ഈ എഫേസ്യ ലേഖനത്തിന് വിശേഷത കൽപ്പിക്കാറുണ്ട്. സാധാരണ നിലയിൽ മലയാളത്തിൽ ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണ പദം വേദ പഠിതാക്കള് ലേഖനങ്ങളുടെ റാണിയാണെന്ന്. 21 ലേഖനങ്ങളുടെ റാണിയാണ് ഈ എഫേസ്യ ലേഖനം എന്നാണ് പറയുന്നത്. ഈ ലേഖനങ്ങളുടെ റാണിയാകാൻ പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം, ധന്യനായ പൗലോസ്ലീഹായുടെ ആഴമേറിയ ഈടുറ്റ ശ്രേഷ്ഠമേറിയ 2 പ്രാർത്ഥന ഈ എഫേസ്യ ലേഖനത്തിലാണ്. 2 പ്രാർത്ഥന. 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 19 വരെയും 3-ാം അധ്യായത്തിന്റെ 14 മുതൽ 19 വരെയുള്ള തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ പൗലോസ്ലീഹായുടെ ആഴമേറിയ ഈടുറ്റ ശ്രേഷ്ഠമേറിയ, നാടൻ ഭാഷയിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഊറ്റൻ 2 പ്രാർത്ഥന ഈ എഫേസ്യ ലേഖനത്തില്ല. അത് 2 വായിക്കാൻ നേരമില്ല. ഒന്ന് വായിച്ചോ, 1-ാം അധ്യായത്തിന്റെ 15 മുതൽ വായിച്ചോ. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസം, അനുനിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവാകുന്ന യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്തതിന്റെ പ്രാർത്ഥനയെ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്താൽ നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ ഇന്നതെന്നും അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അതാണ് ഒരു പ്രാർത്ഥന. 2-ാമത്തെ പ്രാർത്ഥന 3-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യം. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായി പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ആ ഭാഗം നിങ്ങൾക്കറിയാം. അപ്പോൾ 2 പ്രാർത്ഥന. ഈ 2 പ്രാർത്ഥനയിൽ പ്രാരംഭ പ്രാർത്ഥന ഞാൻ ഓർപ്പിച്ചല്ലോ. ആ പ്രാർത്ഥന ശ്രദ്ധിക്കണം. നമ്മുടെ പ്രാർത്ഥനയും പൗലോസിന്റെ പ്രാർത്ഥനയുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. മനസ്സിലാകുന്ന രീതി പറഞ്ഞ അജഗജാന്തരമാണ്. അജം വേറെ, ഗജം വേറെ. എന്നാണോ ഒരു പരുവക്കേട് പോലെ മഴ പെയ്തതിൻ്റെയാ. ഒന്നാതെ എനിക്ക് നിങ്ങൾക്ക് ഒരു നല്ല കളറല്ല. എനിക്ക് ഇച്ചിരി തോന്നുന്ന ഈ നല്ല വെട്ടത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ്. കളറൊന്നുമില്ല, പരുവക്കേടാ. അപ്പം ഈ കളറായതുകൊണ്ട് ഉള്ള കളറിൽ നല്ലതുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കുവാണ്. സങ്കടപ്പെടുകയൊന്നും വേണ്ട, ഷെയ്പ്പെല്ലാം മാറും. വേറെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഷെയ്പ്പ് മാറ്റുന്നേ. കാകളം അങ്ങോട്ട് ധ്വനിക്കും. ഈ ശരീരത്തിൻ്റെ പ്രകൃതി അങ്ങ് മാറും. സങ്കടപ്പെട്ടിരിക്കേണ്ടെന്നായി പറഞ്ഞത്. ഞാൻ ഈ പരുവത്തിലായല്ലോ, അങ്ങനൊന്നും ചിന്തിച്ചിരിക്കണ്ട. കാകളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഷെയ്പ്പ് അതിന് രൂപാന്തരം എന്നാണ് കൊടുത്തേക്കുന്നത്. എന്തുവാ രൂപാന്തരം എന്ന കാര്യമല്ല, പിന്നെ രൂപാന്തരം എന്ന് പറഞ്ഞാൽ ഈ രൂപം അങ്ങ് മാറും. ഒരു പുത്തൻ രൂപം നമുക്ക് എന്നിട്ട് ഒരു സന്തോഷമില്ല. വിശ്വാസമൊന്നുമില്ലല്ലോ, പിന്നെ വെറുതെ വന്നിങ്ങനെ കൈയടിക്കുന്നല്ലാതെ. പുത്തനാകും
ശരീരത്തെ പുത്തനാകും ശരീരത്തെ ദത്തം ചെയ്യും നായകൻ, ദത്തം ചെയ്യും നായകൻ. മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും. മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും. മംഗളം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ശരീരം അങ്ങ് മാറി ഒരു പുത്തൻ ശരീരം നമുക്ക് കിട്ടും. നമ്മുടെ ഷെയ്പ്പല്ല മാറും. കണ്ണാടി നോക്കിയാൽ ചരിശം കയറിയാ വന്നിരിക്കുന്നത്, ഗതിയായല്ലോ. ഇരിക്കിപ്പോൾ കാണുമ്പോൾ അറിയാം. അപ്പം അതുകൊണ്ട് അരിശമൊന്നും ഉണ്ടാകണ്ട, ഈ ഷെയ്പ്പ് കേടെല്ലാം അങ്ങ് മാറും, ഒരു പുത്തൻ ശരീരം നമുക്ക് ലഭിക്കും. അതെ, അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയും പൗലോസിന്റെ പ്രാർത്ഥനയുമായിട്ട് അജഗജാന്തരമാണ്. അതെന്താ? ഞാനും നിങ്ങളും നമ്മളീ പലരും പ്രാർത്ഥിക്കുന്നത് ഭൗമികമായ ഭൗതികമായ മെറ്റീരിയലായ പല വിഷയങ്ങൾക്ക് ഉന്നം കൊടുത്തായി പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ തന്നെത്താൻ ശോധന ചെയ്താൽ മതി. നമ്മുടെ പ്രാർത്ഥനാ ലിസ്റ്റല്ലോ ഒന്നെടുത്തേ, അതിനകത്ത് ആത്മീകമായിട്ട് എത്ര വിഷയമുണ്ട് ടിക്ക് ചെയ്യണം. ലൗകികമായ ഭൗമികമായ മെറ്റീരിയലായ കാര്യങ്ങൾ എത്രയുണ്ട് അതും ടിക്ക് ചെയ്യണം. കൂടുതൽ എവിടെ ആയിരിക്കും വരുന്നേ? സ്തോത്രം. സിംഹഭാഗം ആൾക്കാരും ഭൗമികമായ ലൗകികമായ ദൃശ്യമായ മെറ്റീരിയലായ വിഷയങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതലും സമയം കളഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ പൗലോസിന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ച് മുഴുവൻ ആത്മീക വിഷയങ്ങൾക്കാണ്. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്, ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച്, ആത്മീക വിഷയങ്ങളെ സംബന്ധിച്ച് ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാൻ, അവിടുത്തെ വെളിയാലുള്ള ആശയിൽ നിന്ന് മനസ്സിലാക്കുവാൻ, അവിടുത്തെ ആ ജ്ഞാനം പ്രാപിക്കുവാൻ, കൃപ പ്രാപിക്കും, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. വിഷയമല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് അധികം നിൽക്കുന്നില്ല. അതുകൊണ്ട് ഈ ലേഖനങ്ങളുടെ റാണിയാണ്. ഈടുറ്റ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനയൊക്കെ ചിലര് ശ്രദ്ധിച്ചാൽ മതി. അടുത്ത കാലത്ത് നമ്മുടെ ഒരു ഉപദേശിയാ പ്രാർത്ഥിച്ച്, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ. പുള്ളി അങ്ങ് പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥിച്ച് തുടങ്ങുക. ആട്ടെ, പണ്ട് നമ്മുടെ ഒരു ഉപദേശിയാ പ്രാർത്ഥിച്ച, കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണം, ഇല്ലേ ഞാൻ അനുഗ്രഹിക്കപ്പെടും. അത് വേറൊരു പ്രാർത്ഥന. ഇവിടെ എല്ലാം പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ അറിയാം. ചിലർ ദൈവത്തെ പേടിപ്പിച്ചാ പ്രാർത്ഥിക്കുന്നത്. തന്നേ ഒക്കുള്ളെന്നും പറഞ്ഞൊക്കെ, തന്നല്ലാതെ ഞാൻ നിന്നെ വിടുകയല്ല. ആര്? ഈ ചുമ്മാ ഈ വിഡിത്തമെല്ലാം വിളിച്ച് പോവാതെ, തന്നില്ലേ ഞാൻ നിന്നെ വിടുകയല്ലെന്ന്. അങ്ങനെ ദൈവം പറയാ, ചിന്നമ്മ എന്നെ വിട്, എനിക്ക് പോകണം, എനിക്ക് അടുത്ത യോഗത്തിനും. ടി പി എംകാരൊരു പാട്ട് പാടും, എന്നെ ഞാൻ ദയവായിപ്പോൾ എന്നെ നമ്മുടെ ബന്ധുക്കാർ ടി പി എംകാരില്ല, ഒന്ന് എന്ത് ചെയ്യേ ഇവിടെ അങ്ങനെ ടിപ്പുണ്ടോ? അയ്യോടി, എന്നെ അനുഗ്രഹിക്ക, ദയവായിപ്പോൾ എന്നെ അനുഗ്രഹിക്ക, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ ഇന്ന് നിന്നെ വിടുകയില്ല, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ ഇന്ന് നിന്നെ വിടുകയില്ല. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ എന്തുവാ രണ്ടുപേരും പറയുന്നേ? എന്തുവാ അമ്മേ പറഞ്ഞേ? അതാ ഞാനെന്താ അത് ഞാനും അതൊക്കെ തന്നെ പറയുന്നത്. നേരെ ഇരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം, അത് തന്നെ. അപ്പൊ ശ്രദ്ധിച്ചേ, നമ്മുടെ പ്രാർത്ഥനയും പൗലോസിന്റെ പ്രാർത്ഥനയുമായിട്ട് അജഗജാന്തരമാണ്. ഞാൻ നിങ്ങളിൽ പലരും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഭൗമിക വിഷയങ്ങൾക്കാണ്. എന്നാൽ പൗലോസ് കൂടുതൽ ഊന്നൽ കൊടുത്തത് ആത്മീക വിഷയങ്ങൾക്ക്. അതുകൊണ്ട് ഈ ലേഖനങ്ങളുടെ റാണി ആകാനുള്ള കാരണത്തിൽ ഒരു കാരണം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ.
തന്നെയല്ല, ഈ ലേഖനങ്ങളിൽ 15-ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. 15-ാം വാക്യം, 1:15. അത് നിമിത്തം. ഏത് നിമിത്തം? ഞാനും. അല്ലെന്ന്, ഏത് നിമിത്തമാണ്? 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന അത് നിമിത്തം എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ, തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പ്, മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നിമിത്തം. അത് നിമിത്തം 15-ാം വാക്യം. അപ്പം മുകളിൽ 1-ാം അധ്യായത്തിന്റെ 4 മുതൽ 14 വരെ ഒരു 10 കൂട്ടം കാര്യം പറഞ്ഞു. തെരഞ്ഞെടുപ്പ്, ദത്തെടുപ്പ്, വീണ്ടെടുപ്പ്, മുൻനിയമനം, അച്ചാരം, ആത്മാവ്, മുദ്ര, അവകാശം, ഇങ്ങനെ ഒരു 10 കൂട്ടം കാര്യം 4-ാം വാക്യം മുതൽ 14 വരെ പറഞ്ഞു. 4-ാം വാക്യം വായിച്ചേ. നാം തന്റെ സന്നിധിക്ക് വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനെ തിരഞ്ഞെടുക്കുകയും പിന്നെ തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കുക. അപ്പൊ നമ്മെ തിരഞ്ഞെടുത്തു, ദത്തെടുത്തു, മുൻ നിയമിച്ചു, അച്ചാരം നൽകി, അവകാശം നൽകി, മുദ്ര നൽകി, അനുഗ്രഹം, ഇങ്ങനെ 10 കൂട്ടം കാര്യം അടുക്കടുക്കായിട്ട് പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം 15-ാം വാക്യത്തിൽ പറയുക അത് നിമിത്തം എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നിമിത്തം. ഈ ലേഖനം ഈടുറ്റ ലേഖനമാണ്. അതെ, സമയത്തെയും കൂടെ ഭയപ്പെടുന്നത് കൊണ്ട് ഓടിച്ചു പോകാം. കർത്താവിന് മഹത്വം. ഓരോ അധ്യായത്തിലും പൗലോസ് ഓരോ കാര്യങ്ങൾ ശക്തമായിട്ട് ഓർപ്പിക്കുക. 1-ാം അധ്യായത്തിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് ഒറ്റപ്പെട്ട് പാപത്തിന്റെ പടുകുടിയിൽ, പിശാചിന്റെ പിടിയിൽ, നാശകന്റെ കയ്യിൽ ആയിരുന്ന എന്നെയും നിങ്ങളെയും യേശുക്രിസ്തു മുഖാന്തരം ദൈവം തിരഞ്ഞെടുത്തു. ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം നാം ദൈവമക്കളായി തീർന്നതാണ്. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ സ്വർഗത്തിൽ എഴുതി. കർത്താവ് അങ്ങനെ തന്നെ പറഞ്ഞല്ലോ, ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലൊന്നും അല്ല. ഭൂതമെല്ലാം പോകുന്നു, ഒക്കെ പോവുകയും ചെയ്യും, അതുപോലെ തന്നെ തിരിച്ചു വന്ന് കയറുകയും ചെയ്യും. ആ മനുഷ്യൻ്റെ അവസ്ഥ പിന്നെ പഴയതിലും വല്ലാത്തതാണ്. സ്തോത്രം. ചിലർക്ക് എല്ലാ യോഗത്തിനും ഭൂതം കയറുകയും എല്ലാ യോഗത്തിനും ഇറങ്ങിപ്പോവുകയും ചെയ്യും. ഒരു സഹോദരിയെ അറിയാം, എല്ലാ കൊല്ലം ഭൂതം കയറും. അന്നേരം അതെല്ലാം ഇറക്കാനായിട്ട് എല്ലാ വർഷവും ഒരു പാസ്റ്റർ വരികയും ചെയ്യും. പുള്ളി അതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. പുള്ളി പേപ്പറുമൊക്കെ ചുരുട്ടി, ഞാനിപ്പം ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൊല്ലം ഇത് കയറുകയും ചെയ്യും. പുള്ളി വന്ന് എല്ലാ കുറേ ഇറക്കി. പിന്നെ ചില ഷായനോട് ചോദിക്കും, പേരെന്നാ? ഞാനൊരാളോട് വിളിച്ച് കല്യാണം ആലോചിക്കാൻ പോകുന്നു. എടാ, അതിൻ്റെ പേരും അഡ്രസ്സ് നീ തപ്പാതെ. അവൻ പോഷ്ക്ക് പറയുന്നവനും അവൻ്റെ അപ്പനുമാ. അവനാണ് അഡ്രസ്സ് തപ്പുന്നത്. കൃത്യം പറയും മിക്കവാറും. അവൻ കുരുക്കൊപ്പിച്ചേച്ച് പോകും. എന്നാ ഇത് എങ്ങനെ ഇവിടെ വന്നു? അവർ ചെയ്തതാ. തീർന്നേ. ഇപ്പം കുരുക്കൊപ്പിക്കുമെന്ന് പിശാച്. അതുകൊണ്ട് പിശാചിനോട് നീ അഡ്രസ്സും ഒന്നും തപ്പണ്ട, വ്യാജിൻ്റെ ഫോൺ നമ്പരും മേടിക്കണ്ട. സ്തോത്രം. കർത്താവ് ഇത്ര വിട്ടുപോകാൻ പറഞ്ഞപ്പോഴേ പോയല്ലോ. പൗലോസൊക്കെ കൃപയിൽ നിന്ന് മുടിഞ്ഞു നോക്കിയുള്ളൂ. അള്ളയുടെ ഭൂതം പോയി. അള്ള ഭൂതമായിരുന്നു. ഭൂതമാണെങ്കിലും കൃത്യം പ്രവചനമാണ്. കണ്ണടച്ച് പിടിച്ച് പറഞ്ഞു, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം. നമ്മളാന്ന് അമ്മാമ്മയ്ക്ക് 3 ദിവസം ഡേറ്റ് കൊടുക്കും. അമ്മാമ്മ വെള്ളിയാഴ്ചയും വന്ന് ശുശ്രൂഷിക്കണം. സൺഡേയിലും അമ്മാമ്മ വന്ന് വ്യായി പിടിച്ച് തള്ളയെ കയറ്റി ശുശ്രൂഷിച്ചാൽ എല്ലാം പരുവക്കേടാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പൗലോസ് മുഷിക്ക് നോക്കി ഭൂതവന്നാരം പോയി. അപ്പൊ ശ്രദ്ധിക്കുക, അവര് ദൈവകൃപയിൽ ജ്വലിച്ചു നിൽക്കുക. ഈ ആയുസ്സിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം നീ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലായി തീർന്നതാണ്. സ്തോത്രം. ഒരു കണ്ണിന് പോലും നിന്നോട് ദയയില്ലായിരുന്നു. ജീവിതം അസ്തമിച്ചു പോകേണ്ടതാ. ജീവിതം തകർന്നു പോകേണ്ടതാ. മെഡിക്കൽ കോളേജിൽ നിന്ന് നിന്നെ ഉപേക്ഷിച്ചതാ. നിന്റെ കുടുംബക്കാരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തി വിടക്കം തന്നെ തള്ളിക്കളഞ്ഞതാ. ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും നിന്നോട് ദയയില്ലായിരുന്നു. കൊച്ചു ഉപദേശിയുടെ ഭാഷയെ പറഞ്ഞ കണ്ടും കാണാതെയൊക്കെ എല്ലാവരും പോയി. എല്ലാവരും കൈവിട്ട് നിരാശയുടെ അടിത്തട്ടിൽ വല്ലാതെ വലഞ്ഞു കിടന്നപ്പോൾ കാൽവറിയിലെ സ്നേഹം നിന്നെ തേടിയെത്തി. ആമൻ നിന്നെ രക്ഷിച്ചു, തെരഞ്ഞെടുത്തു, ഒരു ദൈവ പൈതലാക്കി തീർത്തു. അങ്ങനെ ദൈവമക്കൾക്ക് കയ്യും കെട്ടി വായും പൂട്ടി മസിൽ പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. എന്നാ പറ്റി? എന്തുവാ അച്ഛാ? പ്രാർത്ഥിക്കാം. ആർക്കാ? ഒരു ദൈവദാസൻ പനിയായിട്ട് ഭാരപ്പെടുന്നു. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്.
എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്താട്ടെ. സാവുപാസ് പ്രാർത്ഥിച്ചു. ആ പനിയായിട്ട് ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം. രാത്രി ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ പനിയായിട്ട് ഭാരപ്പെടുന്നു. രാത്രി ദൈവത്തിന്റെ ഇത് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രാത്രി ദൈവം സൗഖ്യം കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക, ഭൂതങ്ങൾ കീഴടങ്ങുന്നതല്ല. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതി നീ ഒരു ദൈവ പൈതലായി തീർന്ന അതാ ഭാഗ്യം. ഞാൻ മിക്കപ്പോഴും എൻ്റെ ശൈലി പറയും. എൻ്റെ ശൈലിയാ, തിയോളജിക്കലായിട്ട് ചിലപ്പോൾ കണ്ണിച്ചു, അല്ലെങ്കിൽ എല്ലാം കണ്ണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഒരു കാര്യം എൻ്റെ ശൈലി പറയും, നീ പെന്തിക്കോസിലായതാ നിന്റെ ഭാഗ്യം. ഞാൻ വളരെ സന്തോഷത്തോടെ പറയട്ടെ, ഞാൻ ഈ പെന്തിക്കോസ് വന്നിട്ട് 32 കൊല്ലം കഴിഞ്ഞു, ഇന്ന് വരെ തോന്നിയിട്ടില്ല ഇത് മണ്ടത്തരമായെന്ന്. എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, എന്നെ കണ്ടാലും തോന്നുവോ? നല്ല ഏലായി ഉമ്മ, നീ രാവിലെ വേദത്തോടത്തിൻ്റെ കരിഞ്ഞും കുവിയും നടക്കുക. നിന്റെ കൂടെ ആരും വരികയല്ല ആരാധനയ്ക്ക്. നിന്റെ മോന്തയും മുഞ്ഞിയും കണ്ടാൽ മതി, വല്ലവരും വരും. കളർ ഇത് മതിയെന്ന് സന്തോഷത്തോടെ യാത്ര ചെയ്തോണം. കളറല്ല വിഷയം. നിങ്ങൾ ഓർക്കുന്ന പുള്ളി അല്ലേലും പുള്ളിക്ക് ഇച്ചിരി ഇതുള്ളതാ, അതൊന്നുമല്ല. ഈ വറകലം പോലെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ നല്ല പ്രത്യാശയാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനേക്കാളും കളർ നിനക്കുണ്ട്. കളറല്ലെന്ന് വിഷയം, സ്തോത്രം, പ്രത്യാശയാ വിഷയം. നല്ല സന്തോഷത്തോടെ നല്ല കുതിച്ച് ചാടി നടന്നോണം. രാവിലെ പാടുന്ന ഒരു പാട്ടിന്റെ ഒരു വരിയുണ്ട്, കുന്നിന്മാൻ കിടാവു പോലെ തുള്ളി ചാടിയിടും, കുന്നിന്മാൻ കിടാവു പോലെ തുള്ളി ചാടിയിടും, എന്നെ ശുരാജൻ വരുന്നേ എതിരേൽപ്പാൻ ഒരുങ്ങുവി, എന്നെ ശുരാജൻ വരുന്നേ മിന്നുന്ന സൗന്ദര്യമുള്ള മുഖം കാൺമാൻ ഞാൻ, മിന്നുന്ന സൗന്ദര്യമുള്ള മുഖം കാൺമാൻ ഞാൻ, മിന്നും മുഖം കാത്തിരുന്നെന്റെ കണ്ണുകൾ രണ്ടും മങ്ങും, മിന്നും മുഖം കാത്തിരുന്നെന്റെ. അപ്പൊ ശ്രദ്ധിക്കുക, നല്ല പശുക്കുട്ടിയെ പോലെ അവൻ തുള്ളിച്ചാടി തൊഴുത്തിൽ നിന്ന് അടിച്ചു വിടുന്ന കുഞ്ഞുങ്ങളെ പോലെ നിരാശ കൊണ്ടൊന്നും ദൈവമക്കൾ നടക്കരുത്. സ്തോത്രം. നമ്മളെ കാണുന്നവർക്ക് മനസ്സിലാകണേ, കണ്ടതുകൊണ്ടല്ലയോ ഇല്ല അവിടെ കടന്നവൻ ചോദിച്ചത് എന്തേലും തരണമെന്ന്. പത്രോസ് യോഹന്നാനും ചെന്നപ്പള്ളി പരുവക്കേടിലാണ് നടന്നത്. ഞാൻ പറയും, ഈ വയ്യാവേലിയൊക്കെ എവിടെ നിന്ന് വരുന്നതാണ്? സ്തോത്രം. പത്രോസ് യോഹന്നാൻ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അവരുടെ ആ മട്ടും നടപ്പും ആ രീതിയൊക്കെ കണ്ടപ്പം അവനും മനസ്സിലായി ഏതാണ്ടെല്ലാം ഉള്ളവരാന്നാ തോന്നുന്നത്. ഇങ്ങോട്ട് വന്നത് ബൈക്ക് പെട്രോൾ ഇല്ലാതാ, 3 അടി ചരിച്ചിട്ട് അടിച്ചേച്ചാ ഇങ്ങോട്ട് വന്നത്. എന്നാലും ആ പാൻറ്റുമൊക്കെ ടിൻ ചെയ്ത കയറിയുള്ള ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഫുൾ ടാങ്ക് അടിച്ച് വരുന്നത് പോലെ. അങ്ങനെ വേണം ദൈവമക്കള്. പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, ഒന്നുമില്ലേലും എല്ലാം ഉള്ളവരെ പോലെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒന്നുമില്ല, അത് നമുക്ക് അറിഞ്ഞാൽ മതി, പക്ഷെ എല്ലാം ഉള്ളവരെ പോലെ. ദൈവമക്കൾ നല്ല സന്തോഷത്തോടെ നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കരഞ്ഞും കൂവി മേരവസ്ഥയായിട്ട് ഈ മുട്ടമടി എല്ലാം ചുമ്മാ അലഞ്ഞു നടക്കരുത്. തുണിയും കഴുകുകയില്ല, വീറും വൃത്തിയായിട്ട് നടക്കത്തുമില്ല, സാരിയുടെ തുമ്പും ചൊവ്വിനിടുകയില്ല, ഷർട്ടിൻ്റെ കോളറും ശരിക്കും അടക്കി വെക്കുകയില്ല, ആമ വലത്തെ കാലയിലുണ്ട ചെരുപ്പെടുത്ത് ഇടത്തെ കാലയിട്ട് അടക്കുക. എൻ്റെ ഇവിടെ ആര് വരാൻ ആരാധനയ്ക്ക്? മനസ്സിലാകുന്നുണ്ടോ? എടാ, പാരഗണിൻ്റെ ചെലപ്പാന്നില്ല, അത് രാവിലെ ആ ചകിരി ഇട്ട് തേച്ച് വൃത്തിയാക്കി കഴുകണം. അങ്ങനെ കഴുകണം. എരിപ്പ് കണ്ടാൽ പോലും. ഞാൻ ഒരാടെ കാര്യമല്ല ഈ പറയുന്നത്, എല്ലാം ഞാൻ പിന്നെ നിങ്ങൾക്കറിയാം, ഓപ്പണായിട്ട് അങ്ങ് പറയാം. നല്ല സന്തോഷത്തോടെ യാത്ര ചെയ്തോണം. സ്തോത്രം. നമ്മളെ കാണുന്നവർക്ക് ബോധ്യപ്പെടണം ഇവരുടെ കൈവശം എന്തൊക്കെയോ ഉണ്ട്. അതാ അവൻ ഭിക്ഷക്കാരൻ, അത് കേടി പിടിച്ചവൻ, അവൻ സുന്ദരമെന്ന ദേവാലയപുരത്തുനിന്ന് വരുന്നവരോടെല്ലാം ഭിക്ഷ. അങ്ങനെ ഭിക്ഷ പാഷന്മാർ കയറി വരുന്നു. പത്രോസ് പാസ്റ്ററും യോഹന്നാൻ പാസ്റ്റർ, അങ്ങനെ അടിമുടി നോക്കിയപ്പം രണ്ടും നല്ല കനവുള്ള പാസ്റ്റർമാരാണ്.
അതിലൊരു പാസ്റ്റർ പറഞ്ഞു, വെള്ളിയും പൊന്നുമൊന്നും ഞങ്ങൾക്കില്ല. നീ അതാ ഉദ്ദേശിച്ചത്? ഇല്ല. അവന് ചെറിയ നിരാശ വരാനൊരുങ്ങിയപ്പോൾ ഉടനെ മറുപടി പറഞ്ഞു, എൻ്റെ ഭാഷയാണ്, വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ വിലമതിക്കുന്ന ഒന്നുണ്ട്, അത് മറ്റൊന്നുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അന്നേരം അവൻ്റെ നരിയാണി ഉറച്ച് അവൻ വീട്ടിലോട്ട് ഓടിയെന്നല്ല, പിന്നെ അങ്ങോട്ട് പോയെന്നാ, തുള്ളിച്ചാടി പള്ളി വന്നെന്നുള്ളതാണ്. നമ്മൾ തുള്ളിച്ചാടി പിന്നെ പഴയ സ്ഥലത്തോട്ട് പോവുക, അവിടെ പോയി കഥ അടച്ചേച്ച് അവിടെ തന്നെ. ഈ തുള്ളിച്ചാടി പഴയ സ്ഥലത്ത് പോകാതെ തുള്ളിച്ചാടി ദൈവാലയത്തിൽ വരണം. സ്തോത്രം, സ്തോത്രം. നിന്റെ നിക്ഷേപമവനെന്നു കരുതാം, എങ്കിൽ സാക്ഷേമമവനിൽ അമരാ. നിന്റെ നിക്ഷേപമവനെന്നു കരുതാം, എങ്കിൽ സാക്ഷേമമവനിൽ അമരാ. ഇത്ര ശ്രേഷ്ഠനായ ഒരുവൻ നിൻ കൂട്ടിന അരികിലുണ്ടതിനാൽ എന്തിനാകുലം കലരും മനമേ, എന്തിനാകുലം കലരും മനമേ. ഇത്ര ശ്രേഷ്ഠനാം ഒരുവൻ നിൻ കൂട്ടിന അരികിലുണ്ടതിനാൽ എന്തിനാകുലം കലരും മനമേ, എന്തിനാകുലം കലരും മനമേ. യേശു നായകൻ, സമാധാനദായകൻ, നിനക്കെന്നും ധനമേ, എന്തിനാകുലം കലരും മനമേ, എന്തിനാകുലം കലരും മനമേ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. യേശു ക്രിസ്തുവിനെ അറിഞ്ഞതും അവൻ രക്ഷിക്കപ്പെട്ടതാണ് നമ്മുടെ ഭാഗ്യം. അത് തിയോളജി പരമായിട്ട്. പിന്നെ എൻ്റെ ശൈലിയിൽ ഞാൻ പറയാ, പെന്തിക്കോസി വന്നതാ ഭാഗ്യം. പെന്തിക്കോസി വന്നിട്ട് 32 കൊല്ലം കഴിഞ്ഞ് ഇന്ന് വരെ തോന്നിയിട്ടില്ല വന്നത് അബദ്ധമായിരുന്നു, മണ്ടത്തരവൻ. ഇപ്പോഴും സങ്കടമാണ്, നേരത്തെ വരാനൊത്തില്ലല്ലോ എന്നാ. എന്നാലൊരുത്തം പറഞ്ഞു, ഇങ്ങനെ പോകുകയാണെ പെന്തിക്കോസ് എല്ലാം പോകും. പോടാ, ചുമ്മാ പെന്തിക്കോസ് ഒന്നും പോകുകയല്ല. നീ ചിലപ്പം പോകാൻ സാധ്യതയുണ്ട്. പെന്തിക്കോസിനൊരു കുഴപ്പവും വരികയല്ല. അയ്യോ ഇങ്ങനെയൊക്കെ ആയാൽ എങ്ങനെ? ഇങ്ങനെയൊക്കെ ആയാൽ അതൊക്കെ അതിൻ്റെ പരുവത്തിന് പൊക്കോളൂ. ഇത് ദൈവത്താൽ ആരംഭിച്ച വേലയാണ്. സ്തോത്രം. ഇത് ദൈവത്താൽ ആരംഭിച്ചതാണ്. പെന്തിക്കോസിനെ തകർക്കാൻ, പെന്തിക്കോസിന്റെ ഉപദേശത്തെ തച്ചുടക്കാൻ, പെന്തിക്കോസ് മാർഗത്തെ ഉടച്ച് കളയുവാൻ കച്ച കെട്ടിയ അനേകം മിടുക്കന്മാരുണ്ട്. എൻ്റെ ഭാഷയാ, കച്ചി അടിഞ്ഞു പോയതല്ലാതെ പെന്തിക്കോസിനൊരു കുഴപ്പവും വന്നിട്ടില്ല, വരത്തുമില്ല. ആമ കർത്താവിൻ്റെ വരവ് വരെ ഈ ആമ കൂട്ടായ്മ ശക്തമായി പോകും. അവിടുത്തെ വരവിൽ അവിടുന്ന് വേർപാട് പ്രാപിച്ച വിശുദ്ധന്മാർ എടുക്കപ്പെടുകയും ചെയ്യും. ഇതിനൊരു കുഴപ്പവും വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും അധികം പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. ഇന്ന് വരെ തോന്നിയിട്ടില്ല വന്നത് മണ്ടത്തരമായിരുന്നു. ഇവിടെ ഈ മാർഗത്തിൽ വന്നതല്ലയോ രക്ഷപ്പെടാൻ ഉണ്ടായ കാര്യം. നേരും ചൊവ്വനും തുണി ഉടുക്കാൻ പഠിച്ചത് പെന്തിക്കോസി വന്നേ പിന്നെ. മാന്യമായിട്ട് സംസാരിക്കാനും ഇടപെടാനും ഒക്കെ പഠിച്ചത് ഈ മാർഗത്തിൽ വന്നേ പിന്നെ. ഒരു വ്യക്തി വീട്ടിൽ വന്നാലേ വ്യക്തിയോട് ഏത് രീതിയിൽ ഇടപെടണമെന്ന് പഠിച്ചതും പഠിപ്പിച്ചതും ഈ മാർഗത്തിൽ വന്നതുകൊണ്ട്. നിങ്ങൾ യോജിക്കത്തില്ല, വേണ്ട. പക്ഷേ അനേകർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചതും. പഴയ പെന്തിക്കോസുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മാസയോഗം എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ നടന്ന് പോകും. അതിന് അത്ര തീഷ്ണതയൊന്നും ഉണ്ടായിട്ടില്ല. വയറ് നിറച്ചിച്ചിട്ട് പഴയ പെന്തിക്കോസുകാർ ചിലര് ഈ മാർഗത്ത് വന്നതാണ് എൻ്റെ ഭാഗ്യം.
സ്തോത്രം. അതുകൊണ്ട് എനിക്ക് യാതൊരു നിരാശയില്ല ഈ മാർഗത്തിൽ വന്നത് അബദ്ധമായെന്ന്. എന്നെ കണ്ടാൽ അങ്ങനെ വല്ലതും പറയുമോ? നല്ല ശേലായി. ദൈവത്തിന് മഹത്വം. ഇപ്പോഴും എനിക്ക് സങ്കടം നേരത്തെ വരാൻ ഒത്തില്ലല്ലോ എന്ന്. ദൈവത്തിന് മഹത്വം. ഈ മാർഗത്തിൽ വന്നതാണ് നമ്മുടെ ഭാഗ്യം. സ്തോത്രം. ഈ കൃപയിൽ വന്നതാണ് നമ്മുടെ ഭാഗ്യം. പേര് സ്വർഗത്തിൽ. ഞാങ്ങൾ സാഹിബ് പാടിയ ഈ മുട്ടം പിന്നെ മേലുകാവ് അങ്ങോട്ട് ആ സൈഡെല്ലാം CSIക്കാർ ധാരാളം ഉണ്ടല്ലോ. ഇതിനകത്തും ചിലപ്പോൾ കാണും CSIയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നവരില്ലേ? ആരുമില്ലേ കൈ പൊക്കാൻ? CSIക്കാരുണ്ടെങ്കിലും അങ്ങ് പൊക്കിക്കോ. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം ആ പാട്ടൊന്ന് ചേർന്ന് പാടാൻ അതിനാ. അല്ല ഇപ്പം സഭ മാറ്റാൻ വന്നതല്ല. നിങ്ങളോർക്കുന്ന പുള്ളി എന്തോ ഉന്നം വെച്ചാ പുള്ളി നിൽക്കുന്നത്. യേശുവേ നീ സ്വർഗ്ഗത്തിൽ എൻ്റെ നാമം എഴുതി. യേശുവേ നീ സ്വർഗ്ഗത്തിൽ എൻ്റെ നാമം എഴുതി. ആരും എടുക്കാത്തയി ഭാഗ്യം എൻ സന്തോഷം. ആരും എടുക്കാത്തയി ഭാഗ്യം എൻ സന്തോഷം. എപ്പോഴും ഞാൻ സന്തോഷിക്കും എൻ യേശു എൻ്റെ ഗാനം. എല്ലായിടവും ആഘോഷിക്കും എൻ്റെ രക്ഷകന്റെ നാമം. യേശുവേ നീ സ്വർഗ്ഗത്തിൽ എൻ്റെ നാമം എഴുതി. യേശുവേ നീ സ്വർഗ്ഗത്തിൽ എൻ്റെ നാമം എഴുതി. ആരും എടുക്കാത്ത ഭാഗ്യം എൻ സന്തോഷം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ആയുസ്സിൽ ഈ ഭൂമിയിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. നിന്റെ പേര് സ്വർഗത്തിൽ എഴുതി. സന്തോഷിച്ചോണം. എൻ്റെ ഭാഷ പറഞ്ഞ് എന്നും തുള്ളിച്ചാടി നടന്നോണം എപ്പോഴും. എന്നിട്ട് ആൾക്കാർ ചോദിക്കാൻ എന്നെ എങ്ങനെ തുള്ളുന്ന, എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതി. അയ്യോ അതെങ്ങനെ? അന്നേരം പറഞ്ഞു കൊടുക്കാൻ സുവിശേഷം. നാട്ടുകാർ പറയും വട്ടാന്ന്. വട്ടാന്ന് അറിയുന്ന നല്ലതാ. സ്തോത്രം. തന്നെയല്ല, പിന്നെ ഈ പുസ്തകം പഠിച്ച എല്ലാവർക്കും ഭ്രാന്താ. മുഴുവൻ എണ്ണത്തിനും. അയ്യോ ആ പുസ്തകത്തിൽ അങ്ങനെ സകല മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഭ്രാന്തിരിക്കുന്നെന്ന് ഇല്ലേ? അങ്ങനെ പുസ്തകത്തിൽ സകല മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ചെല്ല അവിടെ നിന്ന് കണ്ണു നോക്കുന്ന അങ്ങനെ വാക്യമുണ്ടോ? വേറെ പുസ്തകത്തിലുണ്ട്. നീ പുസ്തകം വായിക്കാതെയും ചുമ്മാ ഇതുമായിട്ട് ഇങ്ങനെ കോഴിക്കാരൻ നടക്കുന്നത് പോലെ നടക്കാതെ. സകല മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഭ്രാന്തുണ്ട്. എല്ലാവർക്കും ഉണ്ട് ഭ്രാന്ത്. നമുക്കെല്ലാം ഭ്രാന്തുണ്ട്. പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഒരു ചെറിയ വ്യത്യാസം വന്ന് നമുക്ക് കൺട്രോൾ തന്നിട്ടുണ്ട്. അത് പോയി കഴിയുമ്പോഴാണ് വേറെ ചില സ്ഥലങ്ങളിലൊക്കെ ചിലരെ കൊണ്ടുപോകുന്ന. ദൈവം അവരെ വിടുവിക്കട്ടെ, ആർക്കും വരാതെ ഇരിക്കട്ടെ. സഹോദരിമാർക്കൊരു സംശയം, പക്ഷേ എനിക്ക് ഭ്രാന്തൊന്നും ഉണ്ടെന്ന് ഞാൻ ഇപ്പം തെളിയിക്കാം. ഇങ്ങോട്ട് നോക്കും, ഉറങ്ങരുത്, ഇങ്ങോട്ട് നോക്ക്, ഭ്രാന്തുണ്ടെന്ന് തെളിയിക്കാൻ പോവുക. ചില പിള്ളേരെ ശുണ്ടി കാണിച്ച് വഴക്കുണ്ടാക്കുമ്പോൾ ചില അമ്മമാർ കൊച്ചെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്, ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടാറായി കുടുംബത്ത്. അപ്പം തങ്കമ്മേ നിനക്ക് നല്ല വട്ട, എല്ലാത്തിനും വട്ട. നിങ്ങൾ കേട്ടിട്ടില്ലേ ചില അമ്മമാർ പറഞ്ഞേ, കൊച്ചെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്, ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടാറായി കുടുംബത്ത്. എല്ലാത്തിനും ഭ്രാന്ത. പിന്നെ ദൈവകൃപ കൊണ്ട് നമുക്കെല്ലാം കൺട്രോൾ ദൈവം തന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ മര്യാദരാമന്മാരെ പോലെ ഇരിക്കുന്നത്. കൺട്രോൾ തന്നതിനായിട്ട് കരമുയർത്തി ഹല്ലേലൂയ പാട്. ചിലർ കൈ പൊക്കുന്നില്ല, കൺട്രോൾ പോയതായിരിക്കാം, എനിക്കറിയത്തില്ല. എന്തായാലും ദൈവം കൺട്രോൾ തന്നിട്ടുണ്ട്. അല്ല, പുസ്തകത്തിൽ വാക്യമുണ്ട്, ആത്മപൂർണ്ണൻ പ്രാർത്ഥന പോലെ.
യേഹൂ ഇസ്രായേലിലേക്ക് വന്നപ്പോൾ യോരാം അവിടെ പണ്ട് ചികിത്സക്കൊക്കെ വന്ന ഭാഗം നിങ്ങൾക്കറിയാം. അപ്പോൾ യേഹൂവിനോട് ദൈവം പറഞ്ഞു, ആ ഒരു പ്രവാചകൻ വന്ന് തൈലക്കൊമ്പിലെ തൈലം ഒഴിച്ച് വെച്ച് പറഞ്ഞു, നീ പെട്ടെന്ന് പോ. നായക, എനിക്ക് നിന്നോടൊരു കാര്യം പറയാം. നിമിഷിയുടെ മകൻ യേഹൂവിനോട് യേഹൂ എന്ന് പറയാം, നായക എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ എന്നാ പറഞ്ഞു? ഇല്ലില്ല, അകത്തോട്ട് വരാൻ പറഞ്ഞു. ഉൾമുറി കൊണ്ടുപോയി തലയിലോട്ട് ഒഴിച്ചു. ഈ തൈലം തലയിലോട്ട് വീണപ്പോൾ ഇവൻ്റെ മട്ട് മാറി. ഇവൻ മട്ടനെ പോലെ ഇറങ്ങി നേരെ ഈ കൗൺസിൽ ഓഫീസിലോട്ടല്ല പോയത്, സഭകളുടെ അഭിഷേകതൈലം വീണപ്പിള്ളേ മുളക്കുടയിലോട്ടല്ല പോയത്, കുമ്പനാട്ടോട്ടും അല്ല പോയത്, പുനലൂരും അല്ല പോയത്, തിരുവല്ലായിലും ഒന്നും അല്ല പോയത്. അഭിഷേകതൈലം തൈലത്തിലോട്ട് വീണപ്പോൾ ഇവൻ പെട്ടെന്ന് പറഞ്ഞു, രഥം പൂട്ടാൻ പറഞ്ഞു. രഥം പൂട്ടടാ, അഭിഷേകം വീണെന്ന രഥം പൂട്ടാൻ പറഞ്ഞു. രഥം പൂട്ടി ചാടി രഥത്തിൽ കയറും, നേരെ തെളിച്ച് വിടുക. അവൻ്റെ ഉന്നം എന്നാണെന്നറിയോ? ആഹാബിൻ്റെ അരമന. അയന അവിടെ നിന്നായി കുരുക്ക് മുഴുവൻ ഇറങ്ങുന്നത്, അതിനകത്ത് നിന്നായി സകല കുരുക്കും ഇറങ്ങുന്നത്. ആഹാബിൻ്റെ അരമന. അവൻ രഥം അങ്ങോട്ട് അപ്പോൾ യോരാം ചികിത്സയ്ക്ക് വന്നിരിക്കുക. യോരാം എന്തുവാടാ പൊടി പറക്കുന്നല്ലോ പറഞ്ഞു. അതെ തിരുമേനി, കണ്ടമാനം പൂഴിക്കാറ്റാന്ന് തോന്നുന്നു. അപ്പം സൂക്ഷിച്ചു നോക്കിയോ, എടാ പൂഴി മാത്രമല്ല, പൂഴിയുടെ മുകളിൽ ഒരു കൊടി പറക്കുന്നു. അവൻ പിന്നെ നോക്കിയപ്പോൾ കൊടി പറന്നു വന്നപ്പോൾ തിരുമേനി, പൂഴിയും കൊടിയും മാത്രമല്ല, രഥമാ വരുന്നത്. അപ്പം തിരുമേനി ഐമേനി എല്ലാം കൂടെ സൂക്ഷിച്ച് നോക്കിയപ്പം തിരുമേനി പറഞ്ഞു, എടാ കണ്ടിട്ട് നിമിഷിയുടെ മകൻ യേഹൂ തെളിക്കുന്നത് പോലെ ഉണ്ടല്ലോ. അപ്പോൾ ചോദിച്ചു, തിരുമേനിക്ക് എങ്ങനെ മനസ്സിലായി? എടാ ഭ്രാന്തം വരുന്നത് പോലെ വരുന്നെന്ന്. നമുക്ക് യാതൊരു ഭ്രാന്തും എന്ത് സ്റ്റാൻഡേർഡായിട്ടായിരിക്കുന്നത്. പിന്നെ വല്ലപ്പോഴും വന്ന് കൈ പൊക്കും, ചത്തിട്ടില്ലെന്ന് അറിയിക്കാനാ. കാരണം ആ യോഗത്തിനുള്ള ഇരിപ്പ് കണ്ടാൽ തൂങ്ങിച്ചത്ത പോലെ ആയിരിക്കുന്നത്. അപ്പം നമുക്കൊരു ഡൗട്ട് വന്നു, തൂങ്ങിച്ചത്തതാണോ? ഇല്ലില്ല, ചത്തിട്ട്. അവൻ്റെ ഈ വരവ് കണ്ടപ്പോഴേ പറയുക, എടാ പ്രാന്തം വരുന്നത് പോലാ വരുന്നത്. സ്തോത്രം. അപ്പം യോരാം പറഞ്ഞൊരു കാര്യം ചെയ്യുക, ഒരുത്തനെ അങ്ങോട്ട് അയക്ക്. ഉടനെ എൻ്റെ ശൈലി പറയാ, ഇവനുണ്ട് രഥം ഓടിഞ്ഞോട്ട് വരിക. ഇവൻ തുള്ളി അങ്ങോട്ട് ചെന്ന് അപ്പോൾ ചോദിച്ചു, എന്നാടാന്ന് ചോദിച്ചു. ഈ അഭിഷേകമുള്ളവൻ്റെ വാക്കിനകത്ത് അഭിഷേകം വ്യാപരിക്കും. അവനൊരു ഹല്ലേലൂയ പറഞ്ഞാൽ ഇരിപ്പതാ. ഇവിടെ ഈ വണ്ടമേടി ആ കോച്ചാൻ ആന കാട്ടാന ഇങ്ങോട്ട് വന്നപ്പം അന്ന് ഐതൽ ഈ ചെറ്റ മറച്ച് വെച്ചിരിക്കുക. ആന ഉമ്പിക്കൈ അകത്തോട്ടിട്ട് ആ കോച്ചൻ എന്നാ ചെയ്യാനാ? പഴമക്കാർ പറഞ്ഞു കേട്ടതാ. അത് ഉമ്പിക്കൈയുടെ അറ്റം പിടിച്ചു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ആന അവിടെ നിന്ന് ഒരു ഓട്ടം ഓടിയിട്ട് കൊച്ചറ വന്നാ കൊമ്പ് കുത്തിയത്. ഹല്ലേലൂയക്ക് ശക്തിയുണ്ടെന്ന്. ഈ ഹല്ലേലൂയക്കൊന്നും അല്ല. അല്ല, താടിപ്പുറത്തെ വെടി പോലെ നിൽക്കണം നീ. പ്രൈസ് ദി ലോർഡ്. അഭിഷേകമുള്ളവന്റെ വാക്കിന് ശക്തിയുണ്ട്. ചോദിച്ചു, എന്നാണെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഒന്നുമില്ല, വന്ന് നിൽക്കണമെന്ന് പറഞ്ഞു. അങ്ങോട്ട് ചെന്നവൻ യേഹൂവിൻ്റെ കൂടെ അവനും ഉടനെ തുള്ളുക. അവൻ വിട്ടവനെ കാണുന്നില്ല. യജമാനൻ പറഞ്ഞേട്ടാ ഒരുത്തനെയും കൂടെ വിടാം, അവനും പെന്തിക്കോസിലായെന്നാ. അവൻ ട്യൂബിലൈറ്റ് തല്ലി പൊട്ടിക്കാനും ബൈബിൾ പറിച്ചു കയറാനും അവനെ വിട്ട്. അതുകൊണ്ട് അവനും ബൈബിൾ എടുത്തുകൊണ്ട് തുള്ളെന്ന് പറഞ്ഞു. ഇതെന്തൊരു മായവാട്. അപ്പോൾ ഒരുത്തനെ അങ്ങോട്ട് വിട്ട്. അവൻ അങ്ങോട്ട് ചെന്നപ്പോൾ ചോദിച്ചു, എന്നാടാന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഇവിടെ വാടാന്ന് പറഞ്ഞു. പിന്നെ അവനും ചെന്നവനും തുള്ളുക. ചെന്നവൻ ഈ പെന്തിക്കോസിൽ അങ്ങനെ. ഞങ്ങളുടെ അമ്മാച്ചൻ്റെ മോൻ എടുത്ത് പറഞ്ഞു, പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ ചിക്കൻ പോക്സ് വരും പോലാന്ന്. അതിനാ ഇവിടെ ഒരുത്തന് വന്ന് കഴിഞ്ഞാൽ അവൻ്റെ കുളി കഴിയുമ്പോൾ അടുത്തവന് കയറി. അതാ പണ്ട് ചിക്കൻ പോക്സ് വന്നാൽ അങ്ങനെ 21 ദിവസം കഴിയുമ്പോൾ അവൻ കുളിക്കുമ്പോൾ അവൻ്റെ ചേട്ടന് കയറി പിടിച്ചു. അവൻ പതച്ച് മൂടി കടന്ന് ചൂട് കഞ്ഞിയൊക്കെ കൊടുത്ത് അവനെ പരുവത്തിനാക്കി. അവനെ ഒരു 21 ദിവസം കുളിക്കുമ്പം അവൻ്റെ അനിയന് കയറി പിടിച്ചു. ചുരുക്കി പറഞ്ഞാൽ കുടുംബത്തുള്ള എല്ലാത്തിനും ചിക്കൻ പോക്സ്. ആ ചിക്കൻ പോക്സ് കുടുംബക്കാർക്ക് അപ്പുറത്തുകാർ സ്ഥലം വിട്ടു പോയി. അവർക്ക് പേടിയാണ്. ഇത് മിക്കവാറും ഇത് തന്നെ പെന്തിക്കോസ് എന്നാ ഒരുത്തൻ പറഞ്ഞേ. ഇത് ചിക്കൻ പോക്സ് ഒന്നുമല്ല, തനിക്ക് പ്രിയമുള്ളവരെയെല്ലാം ദൈവം വിടുവിക്കും. ഇന്ന് രാത്രിയിൽ ദൈവത്തിന് പ്രിയമുള്ളവരെ ദൈവം വിടുവിക്കും. നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, സുവിശേഷം പറഞ്ഞോണം, പ്രാർത്ഥിച്ചോണം. ടൈം ആകുമ്പോൾ ദൈവം ഇതിനകത്ത് കൊണ്ടുവരും. ഇതൊരു ഭ്രാന്ത. അപ്പൊ ചെന്നവൻ അവൻ്റെ കൂടെ വന്ന് അപ്പൊ ചോദിച്ചു, അല്ല വേറൊരു കാര്യമുണ്ട്,
ഒഴിക്കാൻ ചെന്നവനും ഭ്രാന്തായിരുന്നു. പുസ്തകം വായിക്കും അങ്ങനല്ലേ. യേഹൂവിനോട് വന്ന് ചോദിച്ചു, യേഹുവേ ആ ഭ്രാന്തം വന്നെന്നാ പറഞ്ഞേച്ച് പോയെന്ന്. അപ്പം ഒഴിക്കാൻ വന്നവന് ഭ്രാന്ത്, ഇത് ഒഴിച്ചപ്പോൾ അവന് ഭ്രാന്ത്, അവനെ കാണാൻ ചെന്നവന് ഇതൊരു വട്ടാ. അതിലെ നാട്ടുകാർ പറഞ്ഞ ആണ്ട വട്ടന്മാരെല്ലാം പിന്നെയും തമ്പാർ തല്ലി പൊട്ടിക്കാൻ തുടങ്ങിയെന്ന്. എടാ വട്ട് തന്നെ, ഞങ്ങളുടെ വട്ട് മാറും എന്നാന്നറിയാമോ? കാകളം തുനിക്കുമ്പോൾ പിന്നെ നിനക്ക് വട്ട് തുടങ്ങും. അപ്പൊ നിനക്ക് മുഴുവട്ട് വരാതിരിക്കാനാ ഞങ്ങൾ ഇന്ന് രാത്രി ഈ സുവിശേഷം അറിയിക്കുന്നത്. ആമേൻ. രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു വഴി, കർത്താവാകുന്ന യേശു ക്രിസ്തു. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ പാരമ്പര്യങ്ങൾ കൊണ്ടൊന്നും രക്ഷിക്കപ്പെടത്തില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതാ ദൈവം വെച്ച വ്യവസ്ഥ. ആട്ടെ, ഞാൻ ഓടിച്ചങ്ങ് പോകുകയാ. കർത്താവിനും മഹത്വം. ഇതൊരു പ്രാന്ത. ഇന്ന് വരെ തോന്നിയിട്ടില്ല അബദ്ധമായെന്ന്. ഇപ്പോഴും സങ്കടമാണ്, നേരത്തെ വരാൻ നോക്കാഞ്ഞതില്ല. അപ്പോൾ 1-ാം അധ്യായം എഫേസ്യ ലേഖനത്തിൽ അവിടുന്ന് നമ്മളെ തിരഞ്ഞെടുത്തു. ഈ തിരഞ്ഞെടുത്ത നമ്മളെ കൈവിട്ടില്ല. 2-ാം അധ്യായത്തിന്റെ ആ ഭാഷാപ്രയോഗം സ്വർഗത്തിൽ കൊണ്ടുവന്നിരുത്തിയെന്ന. അങ്ങനല്ലയോ പാസ്റ്ററെ? സ്വർഗത്തിൽ 2:7 കാലങ്ങളിൽ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തി. അപ്പോൾ 1-ാം അധ്യായത്തിൽ നമ്മെ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്ത എന്നെയും നിങ്ങളെ കൈവിട്ടില്ല. 2-ാം അധ്യായത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗത്തിൽ കൊണ്ടുവന്നിരുത്തി എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കി പറഞ്ഞാൽ നമ്മളെ ഇപ്പൊ ഇരുത്തിയേക്കുന്ന എവിടാ? ഓർക്ക പറയാമേ. സ്വർഗത്തിൽ. ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന എവിടാ? ആത്മീകമായിട്ട് പറയുമ്പം സ്വർഗത്തിലാ. ഇരിപ്പ് കണ്ടാലൊന്നും തോന്നുന്നില്ല, എന്നാലും മഴയും പിടിച്ച് വന്നിരിക്കുന്നല്ലോ, വലിയ കാര്യം. 2-ാം അധ്യായത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുക. ഈ സ്വർഗത്തിൽ ഇരുത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ സ്വർഗീയ സന്തോഷം തന്നിരിക്കുക. ഒരു കാലത്ത് ഈ ഹൃദയത്തിനകത്ത് മരണഭീതി, ചിത്തഭ്രമം, ആകുലചിന്ത, നിരാശ, ഭയം, വെപ്രാളം, പരവേശം, നാടൻ ഭാഷയാ, ഇതൊക്കെയായിരുന്നു ഒരു കാലത്ത് ഹൃദയത്തിനകത്ത്. ഭയങ്കര പേടി. കറണ്ട് പോയപ്പം ഏതാണ്ട് ഇറങ്ങുന്ന ആരാണ്ട് വാഴയുടെ മൂട്ടി നിൽക്കുന്നെന്ന്, വാഴ കൈ കിടന്ന് ആടുന്നതാ, പേടിയാ. സ്തോത്രം. അപ്പുറത്തെ പട്ടി ഓലിയാനിട്ടു. അയ്യോ, ഈ പട്ടി എന്നും സന്ധ്യയ്ക്കുള്ളത്, ആരെയെ കൊണ്ടുപോകാനാണോ? പേടിച്ച. നിനക്ക് വല്ല ബോധമുണ്ടോ? പട്ടിക്ക് കരയാൻ പോലും. എൻ്റെ അമ്മാമ്മയെ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ അപ്പുറം ഒരു പട്ടിയുണ്ട്, എന്നും സന്ധ്യയാകുമ്പം തുടങ്ങും. ഞങ്ങളുടെ അവിടെ ഒരാൾ വയ്യാതെയും കിടക്കുക. ചുമ്മാ പേടിയാ. സ്തോത്രം. ഇതൊക്കെയായിരുന്നു ഒരു കാലത്ത് മരണഭീതി, ചിത്തഭ്രമം. എന്തെങ്കിലും ഒരു അസുഖം വന്നാ, അയ്യോ എന്നെയും കൊണ്ട് പോകാനാന്നാ. എന്നതിന് സ്തോത്രം പോലും പറയാത്തത് എന്നെയും കൊണ്ട് പോയിട്ട് തന്നെ എടുക്കാൻ. യോടി അവിടെ ചെന്നും ദൈവത്തെ മഹത്വപ്പെടുത്തുക അല്ലേ? വെളിപ്പാട് 5 വായിക്കുന്ന അത്യുച്ചത്തിൽ ആ സ്ഥലത്തോട്ടാ പോകുന്ന. ഈ പരുവത്തിന് അങ്ങോട്ട് കൊണ്ട് എനിക്കറിയത്തില്ല. അത്യുച്ചത്തിൽ. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു കാലത്ത് മരണഭീതി, ചിത്തഭ്രമോ, ആകുലചിന്തയും നിരാശയൊക്കെ ആയിട്ട് ഞാൻ നിങ്ങൾ നെട്ടോട്ട് മൂടി. എവിടെല്ലാം നമ്മൾ പോയി രക്ഷപ്പെടാൻ, എന്തെല്ലാം ചെയ്തു രക്ഷപ്പെടാൻ, എന്തെല്ലാം കാട്ടിക്കൂട്ടി രക്ഷപ്പെടാൻ. ഒന്നും ഞാൻ അധികം വിവരിക്കുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ യെരമ്യാവിന്റെ ഭാഷയെ പറഞ്ഞ ഒരു ഗുണവും വന്നില്ല. ഒരു ഗുണവും വരാതെ ഇരിക്കുക മാത്രമല്ല, യെരമ്യാ പറയാ സകല മുഖവും വിളറിയിരിക്കുന്നു. സകല മുഖവും വിളറിയിരിക്കുന്നു, ഒരു ഗുണവും വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ യേശു ക്രിസ്തുവിനെ അറിയുവാൻ ഭാഗ്യമുണ്ടായി. ക്രിസ്തു നമ്മുടെ ഉള്ളത്തിലേക്ക് വന്നു. ആ മരണഭീതിയും ചിത്തഭ്രമവും ആകുലചിന്തയും എല്ലാം തുപ്പട മാറി. ഇപ്പം നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുക ഇല്ലേ? എനിക്ക് പരഗതിയരുളുവതിനൊന്നി ത്യജിച്ചു സുരപുരമതി ചെന്നാൽ. എനിക്കു പരഗതിയരുളുവതിനൊന്നി ത്യജിച്ചു സുരപുരമതി ചെന്നാൽ.
എനിക്കു പരഗതി അരുളുവതിനു നീ ത്യജിച്ചു സുരപുര അതിജനാൽ സ്നേഹപൂരിത ജീവനാഥ സ്നേഹപൂരിത ജീവനാഥ സ്നേഹമായൊന്നിനാൽ മോഹിതൻ ഞാനിതാ സ്നേഹമായൊന്നിനാൽ മോഹിതൻ ഞാനിതാ സ്നേഹപൂരിത ജീവനാഥ സ്നേഹപൂരിത ജീവനാഥ. ദരിദ്രനകം ധന സമൃദ്ധി ലഭിക്കുവാൻ ദരിദ്ര നിലയിലായി മരിച്ചു നീ. 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 സ്നേഹപൂരിത ജീവനാഥ സ്നേഹപൂരിത ജീവനാഥ സ്നേഹമായൊന്നിനാൽ മോഹിതൻ ഞാനിതാ സ്നേഹമായൊന്നിനാൽ മോഹിതൻ ഞാനിതാ ഓ സ്നേഹപൂരിത ജീവനാഥ സ്നേഹപൂരിത ജീവനാഥ. അപ്പൊ ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മുടെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് ഭീതിയില്ല, ചിത്തഭ്രമങ്ങളില്ല, ആകുല ചിന്തകളില്ല. നമുക്ക് വിഷയങ്ങളൊന്നും ഇല്ലെന്നുള്ളതല്ല. ചെല്ലി പറയാനുണ്ട്, പെന്തിക്കോസ് വന്ന എല്ലാ പ്രശ്നവും മാറി. ചുമ്മാ പറയാനാണ്. അതൊന്നും കേട്ട് മകടന്ന് ഇളകുകയും തുള്ളുകയും ചെയ്യരുത്. ഈ പറയുന്ന പുള്ളിയെ മാറ്റി നിർത്തി ചോദിച്ചാൽ എന്തുകൊണ്ട് മുഴുവൻ പ്രശ്നമാണ് പാസ്റ്റർ, വീട്ടിൽ ഇരുന്ന പ്രശ്നം, അതുകൊണ്ട് ഞാൻ പിന്നെ ലഘുലേഖയായിട്ടങ്ങ് കടക്കാരാ മുഴുവൻ ജപ്തി നോട്ടീസ് കൊണ്ടുവന്ന് ഒട്ടിച്ചു. എപ്പോഴാണ് അവർ ബാങ്കുകാർ വരുന്നെന്ന് അറിയാൻ. ആണ്ട ഒരു 2 വീലർ ഉണ്ടായിരുന്നു, അതിൻ്റെ ടയറും പൊട്ടി. ഇന്ന് ഞാൻ നടന്നാ പോകുന്നത്. എല്ലാം പ്രശ്നമാണ്. സ്തോത്രം. പ്രശ്നമില്ലെന്നല്ല ഈ പറഞ്ഞത്. എന്ത് പ്രശ്നം വന്നാലും ദൈവം നിന്നെ പുലർത്തുമെന്നായി പറഞ്ഞത്. സ്തോത്രം. ദൈവം നിന്നെ അത്ഭുതകരമായിട്ട് നടത്തും. അത് അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. അത് ഓടിച്ചു പോകാം. 1-ാം അധ്യായത്തിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. 2-ാം അധ്യായത്തിൽ തിരഞ്ഞെടുത്ത് നമ്മളെ കൈവിട്ടില്ല, സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി. 3-ാം അധ്യായത്തിൽ അപ്രമേയ ധനം ക്രിസ്തുവിൻ്റെ വിവരിക്കുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. 4-ാം അധ്യായത്തിൽ ദൈവസഭയ്ക്ക് 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങളെ തന്നു. 4-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള തിരുവഴുത്തിൽ അങ്ങനെ അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരുമായിട്ട് നിയമിച്ചിരിക്കുന്നു. അടുത്തത് അത് നാം എല്ലാവരും 4-ാം അധ്യായത്തിന്റെ 11 മുതലാണ്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ഇടയന്മാരായിട്ട് നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വം. ഒറ്റവാക്കി പറഞ്ഞാൽ 4-ാം അധ്യായത്തിൽ ദൈവസഭയ്ക്ക് 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങളെ കൊടുത്തു. 5 പേരാ: അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. ഇതിനപ്പുറം ഒരു നിയമനമില്ല. ചെല്ലി പറയാണ്ട് സഭയുടെ രക്ഷാധികാരി ആരാ? അപ്പച്ചൻ. ദൈവം അറിഞ്ഞ കേസേ അല്ല. പിന്നെ ഈ മൂപ്പില ഉടക്കുണ്ടാക്കാതിരിക്കാൻ കൊടുത്തൊരു പോസ്റ്റാ രക്ഷാധികാരി. ഒടുവിൽ വന്ന് പറ പിതാവായ. മനസ്സിലായി കാണും. അത് ദൈവം വെച്ച നിയമനമല്ല, സഭയുടെ രക്ഷിതാവ് കർത്താവ് തന്നെ. സെക്രട്ടറി ദൈവം അറിഞ്ഞ കേസേ അല്ല. ഞാനതിന് എതിര് പറയുന്നില്ല.
ട്രഷറിൻ്റെ വിഷയം ഞാൻ പിന്നെ വരുന്നുണ്ട്, എന്നാലും ഞാൻ പറയാം. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് കയറുന്നില്ല, അതിവിടെ കേട്ടേച്ചേ പോകാവൂ. അപ്പം ശ്രദ്ധിക്കുക, 4-ാം അധ്യായത്തിൽ 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങൾ. അതെന്തിനാന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കി പറഞ്ഞാൽ, ഞാനും നിങ്ങളുമെല്ലാം യേശുക്രിസ്തുവിൻ്റെ തലയോളം സകലത്തിലും വളരാൻ. അല്ല, തികഞ്ഞ പുരുഷത്വം. അത് നല്ല വളർച്ച ഉണ്ടാകുമ്പോഴായി പുരുഷത്വം കാണിക്കുന്നേ. വളർച്ചയില്ലെങ്കിൽ പിള്ളേരുകളിയായിരിക്കും. വളർച്ചയില്ലെങ്കിൽ പിള്ളേരുകളി. ആത്മീയ ലോകത്തെല്ലാം പിള്ളേരുകളിയല്ലേ കൂടുതൽ. എന്തുവാ ഈ പിള്ളേരുകളി? നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറയാം. പിള്ളേരുകളി സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളോട് പണ്ടത്തെ രീതി വെച്ചാൽ ഇപ്പോഴത്തെ പഠിത്തം എങ്ങനെയാണെന്ന് ഞാൻ അവിടെ പോയി ഇരിക്കാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. പണ്ടൊക്കെ നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ ബെഞ്ചാ, ഡെസ്കൊന്നുമില്ല വെച്ച് എഴുതാൻ നേരത്ത് ബെഞ്ചിൻ്റെ പുറകിലോട്ട് മുട്ടുകുത്തി നിന്ന് ബുക്കെടുത്ത് ബെഞ്ചിലോട്ട് വെച്ച്. ഇവിടെ ഒന്നും സ്കൂളില്ലായിരുന്നു. ഇവിടെ ഈ സായിപ്പന്മാർ വന്ന് മേലുകാവി സ്കൂളും എല്ലാം പണിതല്ലേ? പോയില്ലേ? നിങ്ങൾ എന്തേലും വാ തുറന്നെന്ന് പറ. പണ്ട അപ്പം ആ ബെഞ്ചിൽ ഇങ്ങനെ 4-5 പിള്ളേർ ബെഞ്ചിനെ നിങ്ങളനുസരിച്ചിരിക്കുമ്പം പിള്ളേർ കളിയുടെ ഒരു ഉദാഹരണം പറയുക. ക്ലാസ് ടീച്ചർ വരുമ്പം ഒരുത്തൻ പറയും, സാറേ ഇവൻ എന്നെ പിച്ചി. പിള്ളേർ കളിയാ. ആരാടാ പിച്ചത്? ഇവനെ. ആര്? സാം എഴുന്നേറ്റ്, നീ ഇവനെ പിച്ചിയോ? എന്നെ ഇവൻ മാന്തിയപ്പോഴാണ് ഞാൻ പിച്ചിയത്. ഇതാണ് പിള്ളേർ കളി. ഉടനെ അടുത്ത് പറ, സാറേ എന്നെ ഇരട്ടപ്പേര് വിളിച്ചു. ആരാടാ? എവനെ. നീ അവനെ ഇരട്ടപ്പേര് വിളിച്ചോ? ആ വിളിച്ചു. എന്തിനാ നീ വിളിച്ചേ? എന്നെ കോക്കറി കാണിച്ചപ്പോൾ. പിള്ളേർ കളി ഇതാ. നിന്നെ അവൻ എന്തിനാ കോക്കറി കാണിച്ചേ? സാറേ എന്നെ മാക്രീന്ന് വിളിച്ചപ്പോഴാണ് ഞാനിവനെ കോക്കറിന്ന് കാണിച്ചു. ഇതൊക്കെയായി പിള്ളേർ കളി എന്ന് പറഞ്ഞാൽ, ദൈവമക്കൾ ഈ പിള്ളേർ കളിയെല്ലാം അങ്ങ് നിർത്തണം. ഞാൻ ചെന്നപ്പോൾ എന്നെ കണ്ടിട്ട് സ്വോത്രം പറഞ്ഞില്ല. നിനക്കാദ്യം കയറി പറയരുതായിരുന്നോ? നീ അന്നേരം മസിൽ പിടിച്ച് തെക്കോട്ട് തലയയച്ചു നിന്ന് അവൻ പറയുമോ ഇല്ലയോ എന്നറിയാൻ. എൻ്റെ പിള്ളേർ കളിയെല്ലാം നിർത്തണം. എനിക്ക് വിശുദ്ധ യമ്മനം തന്നപ്പോൾ കൊരവള്ളിക്കാ തന്നത്. നീ ചൊവ്വനെ നിന്ന് കൊടുക്കാൻ മേലായിരുന്നു. എനിക്ക് കൈ തന്നപ്പോൾ 2 പേരിലെ പ്രൈസിലോട് പറഞ്ഞോളൂ. 3 പേരിൽ അവനങ്ങ് മടക്ക. അവറാച്ചാന് കൈ കൊടുത്തപ്പോൾ അവൻ 5 പേരിലും ചൊവ്വിനെ. എടാ, നിനക്ക് 2 പേരിൽ നീട്ടിയപ്പോൾ നീ ആ 3 കൂടെ നിവർത്തിയച്ച് കയറി പിടിക്കണ്ടേ? ചിലർക്ക് അങ്ങനെ ഈ വിശുദ്ധിയും ഏതാണ്ടൊക്കെ കനം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ സ്വോത്രം കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാ. സ്വർഗത്തിൽ പോകാനിരിക്കുക. ഞങ്ങളുടെ ദാവീദപ്പച്ചൻ പറഞ്ഞ പോലെ സ്വർഗം തരിശു ഭൂമിയായിട്ടാ നിന്നെ കയറ്റുക. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക, 4-ാം അധ്യായത്തിൽ ഈ പിള്ളേർ കളിയെല്ലാം അങ്ങ് മാറ്റണം. നമ്മൾ 5-ാം അധ്യായത്തിൽ നിന്നാണ് വായിച്ചത്. 5-ാം അധ്യായത്തിൽ പ്രധാനപ്പെട്ട വിഷയം ആത്മനിറവെന്നുള്ളതാണ്. അതിൽ 5-ാം അധ്യായത്തിൽ ഒരു പ്രയോഗമുണ്ട്. വായിച്ച 15-ാമത്തെ വാക്യം മുതൽ 21-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ അതിനിടയ്ക്ക് ഒരു പ്രയോഗമുണ്ട്, ആത്മാവ് നിറഞ്ഞവരായി. അങ്ങനെ ഒരു പ്രയോഗമില്ലയോ? വായിച്ചേ. ആത്മാവ് നിറഞ്ഞവരായി. 5-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം ആത്മാവ് നിറഞ്ഞവരായി. ഞാൻ ആ ഭാഗം ഒന്നും പറയുന്നില്ല. എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തേണ്ടത് കൊണ്ട് കമ്പിവാചകം പോലെ ചില കാര്യം കൊണ്ട് പറയാ. 16-ാമത്തെ വാക്യത്തിൽ പറയാ, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഞാനും നിങ്ങളും വന്നു നിൽക്കുന്ന ഈ കാലം ഒരു വല്ലാത്ത കാലമാണ്. ഇത് ദുഷ്കാലമാണ്. കർത്താവ് തൻ്റെ വരവിനോട് ബന്ധപ്പെട്ട് പറഞ്ഞ 2 കാലമുണ്ട്. നോഹയുടെ കാലവും ലോത്തിന്റെ കാലവും പോലെ ഒരു വല്ലാത്ത കാലത്തിലേക്കാണ് ഞാൻ നിങ്ങളും വന്നുപെട്ടിരിക്കുന്നത്. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കുവാൻ, ദൈവമക്കളെ നശിപ്പിച്ചു കളയുവാൻ, ദൈവപ്രവൃത്തിക്ക് തടസ്സമായി പല നിലകളിൽ, പല വ്യക്തികൾ, പല രീതികളിൽ പൊന്തി വരുമ്പോൾ ദൈവമക്കൾ ഇതിൻ്റെ നടുവിൽ എന്തോ ചെയ്യണം? സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഈ വേദപുസ്തകത്തിൽ ഇങ്ങനൊരു പ്രയോഗമുണ്ട്, എല്ലാത്തിനും കയറി മറുപടി പറയരുത്.
എല്ലാത്തിനും കയറി ഏക്കരുത്. നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, കാള പെറ്റെന്ന് പറയുമ്പം നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങളെല്ലാം ബ്രിട്ടനിൽ നിന്ന് വന്നതായി യോഗത്തിന് വേണ്ടി. അങ്ങ് ഒരു പഴഞ്ചൊല്ലേ, ഞങ്ങൾ കാള പെറ്റെന്ന് കേൾക്കുമ്പം കയറെടുക്കരുത്. ആദ്യം ചിന്തിക്കണം, കാളയാന്നോ പ്രസവിക്കുന്ന പശുവാന്നോ? അത് ചിന്തിക്കണ്ടേ? ഉടനെ മുടുത്ത കയറുമായിട്ട് നടന്നാലോ കിടാവിനെ കെട്ടാൻ? എല്ലാത്തിനും കയറി ഏക്കരുത്, എല്ലാത്തിനും മറുപടി പറയരുത്. സ്തോത്രം. അതുകൊണ്ട് ആമോസിന്റെ പ്രവചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, നിങ്ങൾക്കറിയാം, ബുദ്ധിമാൻ ഈ കാലത്ത് മിണ്ടാതിരിക്കും. ആ വാക്യം ഒന്ന് വായിച്ചേ സാവു പാസ്റ്റർ. ഞാൻ റെഫറൻസ് അങ്ങ് മറന്നുപോയി. എനിക്ക് തോന്നുന്നത് 5-ാം അധ്യായത്തിൻ്റെ 5:13 ഒന്ന് വായിച്ചേ, അതാണെന്ന് തോന്നുന്നു. വായിച്ചേ. അതുകൊണ്ട് അത് തന്നെ. അതുകൊണ്ട് ബുദ്ധിമാൻ ഈ കാലത്ത് മിണ്ടാതിരിക്കും. അടുത്ത പദം കൂടി, ഇത് ദുഷ്കാലമാണ്. കണ്ടോ? അതുകൊണ്ട് ബുദ്ധിമാൻ ഈ കാലത്ത് മിണ്ടാതിരിക്കും. സമയം തക്കത്തിൽ ഉപയോഗിച്ചോണം. ദുഷ്കാലമാണ്. ഈ മിണ്ടിയാലും കുറ്റമാ, മിണ്ടിയില്ലെങ്കിലും ലോകം അങ്ങനെ. കർത്താവ് ഇതിനോട് ചേരുന്ന ഒരു പ്രയോഗം പറഞ്ഞു. മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും വന്നു. തിന്നും കുടിച്ചും വന്നാലും പറയും ഭൂതമുണ്ടെന്ന് പറയും, തിന്നാരെയും കുടിക്കാരെയും വന്നാലും പറയും. പണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഒരു കുടിയൻ, പേരൊന്നും ഞാൻ പറയുന്നില്ല, ആള് നല്ല നെടുപ്പമുള്ളയാളാ, കയ്യായമുള്ളയാളാ, ഒന്ന് പറഞ്ഞിട്ട് അതിനെ അടിക്കുകയും ചെയ്യും, തൻ്റെ ഇടം ഉള്ളവനാ. അപ്പം ക്ഷേത്രത്തിൽ ചടങ്ങ് നടക്കുമ്പം ഇതുപോലെ സ്റ്റേജിൽ ഒരാൾ ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ കുടിച്ചേച്ച് അതിലേ ചെന്ന് സ്റ്റേജിൽ ചാടിക്കയറി. ഓർക്കാപ്പുറത്തായതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാനൊത്തില്ല. ചാടിക്കയറിച്ച് പറഞ്ഞു, സുകുമാര, വായിച്ചാൽ പഠിക്കും, വായിച്ചില്ലേലും പഠിക്കും. അയാൾ അന്തം വിട്ടിരിക്കുക, ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പം പുള്ളി പറയുക, വായിച്ചാൽ പഠിക്കും, വായിച്ചില്ല എന്തായാലും അടി ഉറപ്പാ. അപ്പം അതിൻ്റെ നടുവിൽ ദൈവമക്കൾ ഈ സമയത്ത് മിണ്ടാതിരിക്കുന്നതാ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട്. അത് ഒന്നുകൂടെ വായിച്ച 13-ാം വാക്യം. അതുകൊണ്ട് ബുദ്ധിമാൻ ഈ കാലത്ത് മിണ്ടാതിരിക്കുന്നു. ചില വിഷയത്തിൽ മൗനമായിട്ടിരിക്കുന്നതാണ് നല്ലത്. സ്തോത്രം. വെറുതെ മൗനമായിട്ടിരുന്ന് കുരുക്ക് ചിന്തിച്ചിരിക്കരുത്. നീ ദൈവസന്നിധി മൗനമായിട്ട് ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിക്കുമ്പോൾ നിന്റെ ധ്യാനത്തിങ്കൽ തീ കത്തും. ആ തീ കത്തിക്കഴിയുമ്പോൾ നാം എടുത്ത് സംസാരിക്കാൻ ദൈവം അവസരം തരും. ബുദ്ധിമാൻ വളരെ സൂക്ഷ്മതയോടെ ജീവിക്കണം. അപ്പോൾ എഫീസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16 വായിക്കുകയാണ്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഞാൻ ഓർപ്പിച്ചതിന്റെ സാരം, എപ്പോഴും നമുക്ക് അവസരം കിട്ടത്തില്ല. കിട്ടുന്ന അവസരം നന്നായിട്ട് ഉപയോഗിക്കണം. രക്ഷിക്കപ്പെടാൻ അവസരം കിട്ടുമ്പോൾ നീ രക്ഷിക്കപ്പെട്ടോണം. സ്നാനപ്പെടാൻ നിനക്ക് അവസരം കിട്ടുമ്പോൾ സ്നാനപ്പെടണം. അന്നേരം അവിടെ കിടന്ന് വാശി പിടിക്കരുത്. സ്നാനം ശരിയാണെന്നറിയാം, അത് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണമെന്നറിയാം. സ്നാപകനും സ്നാനാർത്ഥിയും വെള്ളത്തിൽ ഇറങ്ങണമെന്നും അറിയാം, മുക്കണമെന്നും അറിയാം. അങ്ങനെയൊക്കെ ആ പുസ്തകത്തിലെ പ്രമാണം. യേശുവിനോട് ചേരുവാനാ, യേശുവിനെ ധരിക്കുവാനാ, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിയാണ്. അത് പണ്ട് മുതലേ ഉള്ളതാണ്. ആ പെട്ടകത്തിൽ അല്പജന 8 പേര് വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു സ്നാനത്തിന് മുൻകുറി. ഇസ്രായേൽ മക്കൾ മുഴുവൻ മരുഭൂമിയിൽ പ്രവേശിച്ചത് ചെങ്കടലിൽ കടന്ന സ്നാനപ്പെട്ട. ഇത് സ്നാനം ശരിയാ. അതിന് യേശു മാതൃകയും കാണിച്ചു തന്നു. അന്നേരം പിന്നെ നീ വാശി കൊണ്ട് നിൽക്കുക, എന്നോട് വ്യക്തമായിട്ട് ഇടപെടണം. സ്നാനപ്പെടാൻ നമ്മൾ ഉപദേശം എല്ലാം പറഞ്ഞു, വചനമെല്ലാം പറയുമ്പം ചിലരോട് ഇതെല്ലാം പറയുമ്പോൾ ആടിനെ വെള്ളത്തിലോട്ട് വലിക്കുന്ന കണ്ടിട്ടുണ്ടോ? വെള്ളം എടുക്കുന്ന ചാലിനെ ആടിനെ പിടിച്ച് വലിച്ച്
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് ചെയ്താ പിടിച്ച? പിന്നെ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ആരോഗ്യമുണ്ട്, സ്നാനം ദൈവത്തിന്റെ കൽപ്പനയാണ്. അതിന് അവസരം കിട്ടുമ്പോൾ നീ സ്നാനപ്പെട്ടോണം. അയ്യോ, പരിഹസിച്ചവരും നിന്ദിച്ചവരും എല്ലാം സമയത്ത് ഇറങ്ങിയല്ലോ വെള്ളത്തിൽ. പണ്ട് കണ്ണൂരുകാരി ഒരു കൊച്ചമ്മയുണ്ടായിരുന്നു, അങ്ങ് മംഗലാപുരത്തായിരുന്നു. അവരെ വിളിക്കുന്നത് മൈസൂർ തങ്കമ്മ എന്നാണ്. മൈസൂർ തങ്കമ്മ. ഞാൻ മംഗലാപുരത്ത് ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ ഈ മൈസൂർ തങ്കമ്മാമയായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ തങ്കമ്മാമ എന്നോടൊരു സാക്ഷ്യം പറഞ്ഞു. എൻ്റെ പാസ്റ്ററെ, അന്ന് എന്നെ അനീഷ എന്നാണ് വിളിച്ചത്. എനിക്കത് വിളിക്കുന്നത് ഇഷ്ടവുമാണ്, വേറൊന്നും എന്നെ വിളിക്കരുത്. അപ്പം എന്നോട് പറഞ്ഞു, അനീഷ, ഞാൻ സ്നാനപ്പെട്ടത് വലിയ സാക്ഷ്യമാണ്. ഞാൻ ചോദിച്ചു, എന്തുവാ തങ്കമ്മാമേ? അയ്യോ, എൻ്റെ കുടുംബക്കാരും പരിചയക്കാരും കൂട്ടുകാരിയൊക്കെ സ്നാനപ്പെട്ടപ്പം ഞാൻ അവരെ കളിയാക്കി. ഞങ്ങളന്ന് സമുദായത്തിലാണ്. കളിയാക്കി. അവളും പോയി എരുമവെള്ളത്തിൽ മുങ്ങിയേച്ച് വന്നേക്കുകയാണ്. പരിഹസിച്ച് പറഞ്ഞതാ, പോയി എരുമവെള്ളത്തിൽ മുങ്ങിയേച്ച് വന്നെന്ന്. അവരെരുമവെള്ളത്തിലൊന്നും വല്ല മുങ്ങിയെന്ന്, നല്ല കടവിൽ ചെന്ന് നല്ല വൃത്തിയുള്ള വെള്ളത്തിലാണ് മുങ്ങിയത്. വർഷങ്ങൾ കഴിഞ്ഞു. ഈ തങ്കമ്മാമയെ ദൈവം സന്ദർശിച്ചു. അതൊന്നും ഞാൻ സാക്ഷി ഇപ്പം പറയുന്നില്ല, സമയമില്ലാത്തത് കൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ തങ്കമ്മാമ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഈ ദേശത്ത് തന്നെ സ്നാനപ്പെടണം, അപ്പം ആറ്റിൽ സ്നാനപ്പെടണം. ഓ ആയിക്കോട്ടെ, അമ്മാമ്മയുടെ ആഗ്രഹമല്ലേ. അപ്പോൾ ദൈവദാസന്മാർ ചെന്ന് പാട്ടുമൊക്കെ പാടി വേറെ 1-2 പേര് സ്നാനപ്പെടണം. അപ്പോൾ ആദ്യം തങ്കമ്മാമ ഇറങ്ങാൻ പോകുന്നു. പാട്ടുമൊക്കെ പാടി പാസ്റ്റർ വെള്ളത്തിൽ നിന്ന് അപ്പം അവിടെ നാറിങ്ങോട്ട് ഒഴുകി വരിക. പാസ്റ്റർ ഇങ്ങനെ നിൽക്കുക, ഇറങ്ങി വരിക. ജനമെല്ലാം കരയ്ക്ക് നിൽക്കുന്നു. അവിടുന്ന് ഒഴുകുക. പാസ്റ്റർ ഇങ്ങനെ തിരിഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ സാധാരണ ദൈവദാസന്മാർ സമയവും സന്ദർഭവും ഒക്കെ കണക്കിലെടുത്ത് ആ വെള്ളത്തിൽ നിന്നും ഒരു 5 മിനിറ്റോളം പറയും. അത് നല്ലതാ, സമയവും സന്ദർഭവും നോക്കി വേണം. അപ്പോൾ തങ്കമ്മാമ ഇറങ്ങി ചെന്നപ്പം പാസ്റ്റർ ഇങ്ങനെ ചില കാര്യത്തോടെ വചനത്തിൽ നിന്ന് പറഞ്ഞു. സൂക്ഷം ഒരു മനുഷ്യൻ 10-12 എരുമയെ അടിച്ച് അതിൻ്റെ മേളിൽ കൂടെ കൊണ്ടുപോവുക. അപ്പോൾ തങ്കമ്മ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി നിൽക്കുക, പാസ്റ്റർ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി നിൽക്കുക. അതുകൊണ്ട് പാസ്റ്റർ കാണുന്നില്ല, പാസ്റ്റർ സംസാരിക്കുന്നത് കൊണ്ടൊന്നും പറയാനും ഒക്കുന്നില്ല. അപ്പോൾ തങ്കമ്മാമ അങ്ങോട്ട് നോക്കി നിൽക്കുമ്പം ഒരാൾ എരുമയെ അടിച്ച് അക്കരെ കയറ്റുക. ഒത്തിരി വെള്ളമില്ല, അടിച്ച് കയറ്റി. തങ്കമ്മാമനോട് പറഞ്ഞു, ഞാൻ കണ്ടുകൊണ്ടിരിക്കുക ഒരു 5-8 എരുമ. മനസ്സിലായല്ലോ? സൂക്ഷം പാസ്റ്റർ പറഞ്ഞു തീർന്നപ്പോൾ അത് മുഴുവൻ ഒഴുകി വരുന്ന സമയമായി. ഒറ്റമൊക്ക് മൈസൂർ തങ്കമ്മേന് സൂക്ഷവതത്വെന്നുള്ളതാണ്. അതുകൊണ്ട് നീ കൂടുതൽ കയറി വിളയരുത്. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. യേശു മാതൃക കാണിച്ചു തന്നു. സ്നാപക യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ, സ്നാപക യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല നാട്ടിൽ നിന്നും ദൂരത്തു വന്നു നാഥൻ. ഗലീല നാട്ടിൽ നിന്നും ദൂരത്തു വന്നു നാഥൻ. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക. യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവിൻ. യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവിൻ. കാണുവിൻ ദേവജാതൻ യോർദാൻ നദീജലത്തിൽ. കാണുവിൻ ദേവജാതൻ യോർദാൻ നദീജലത്തിൽ. നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിത്രമോർത്തിടുവി. നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിത്രമോർത്തിടു. ഭൂമിയിൽ മൂവരല്ലോ സാക്ഷ്യം പറവതോർത്താൽ. ഭൂമിയിൽ മൂവരല്ലോ സാക്ഷ്യം പറവതോർത്താൽ. ആത്മാവു വെള്ളമതും പിന്നീട് ശോണിതവും. ആത്മാവു വെള്ളമതും പിന്നീട് ശോണിതവും. ഇവയിൽ വെള്ളമത്രേ സാക്ഷ്യം വാങ്ങിപ്പതി സമയേ.
ഇവയിൽ വെള്ളമത്രേ സാക്ഷ്യം വാങ്ങിപ്പതി സമയം. അപ്പൊ ഭൂമിയിൽ സാക്ഷ്യം പറയുന്ന മൂവരാ: ആത്മാവ്, വെള്ളം, സ്തോത്രം, രക്തം. അതിൽ സ്നാനപ്പെടുമ്പോൾ ഈ വെള്ളം സാക്ഷി പറയും. സ്തോത്രം ദൈവത്തിൻ്റെ കൽപ്പനയാണ്, അതനുസരിച്ചേ ഒക്കൂ. വാശി പിടിക്കരുത്, പിടിവാശി ഉണ്ടാകരുത്. ചെല്ലി ചോദിക്കുന്നേ, നാളെയും യോഗം ഉണ്ടോ? അല്ല, സ്നാനപ്പെടാൻ. അമ്മമ്മി നാളെ യോഗം. നാളെ യോഗമുണ്ട്, നീ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? ഇവിടെ നിൽക്കുന്ന നിപ്പില ഓരോന്ന്. തങ്കച്ചൻ എങ്ങനെയാ മരിച്ചത്? അത് തങ്കച്ചൻ ഒരിക്കലെടുത്തത്, പിന്നെ ഒന്നും വേണ്ടിയിട്ടില്ല. തങ്ക, ഒരിക്കലിനെ ഉള്ളു നീ. അതുകൊണ്ട് ഇന്ന് രാത്രി രക്ഷാദിവസമാണ്, ഇത് സുപ്രസാദ കാലമാണ്. മേരിയമ്മ എങ്ങനെയാ മരിച്ചത്? അത് യോഗത്തിനിടയിൽ ഇരുന്ന് വായിക്കോട്ട് വിട്ടതാ, പിന്നെ അടച്ചില്ല. അതിനെ ഉള്ളൂ. ഞെളിയാതെ ഭയപ്പെട്. ദൂരവേയല്ല മരണം എന്നാർക്കറിയാം, ലേശവും ഇല്ല സമയം. ദൂരവേയല്ല മരണം എന്നാർക്കറിയാം, ലേശവും ഇല്ല സമയം. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, ധീര സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. ധീര സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന? ഓർക്കായിലെന്തു കഷ്ടമേ. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന? ഓർക്കായിലെന്തു കഷ്ടമേ. എന്നെ കേൾക്കുന്ന പ്രിയരെ, മരണത്തിന്റെ തണുത്ത കരം വന്ന് തലോടി നിന്റെ കണ്ണ് തപ്പിയടയ്ക്കുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. ഇത് സുപ്രസാദ കാലമാ, ഇത് രക്ഷാദിവസമാ. കർത്താവിന്റെ കൽപ്പന അനുസരിക്കണം. വാശി പിടിച്ചിരിക്കരുതെന്നായി പറഞ്ഞത്. സ്നാനപ്പെട്ടോണം. ഞാൻ പണ്ട് പെട്ടതൊന്നും അല്ല, ഇങ്ങനെ മെഴുക്കി എടുക്കുകയായിരുന്നു. അതൊന്നും സ്ഥാനമല്ല. വെള്ളത്തിൽ മുങ്ങണം, അതാ യേശു കാണിച്ചു തന്ന മാതൃക. ആട്ടെ, ഇത് ദുഷ്കാലമാണ്. വല്ലാത്തൊരു കാലത്തിലേക്കാണ് ഞാനും നിങ്ങളും വന്നുപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ കാലത്തിൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഞാൻ ഓർപ്പിച്ചല്ലോ, എപ്പോഴും നമുക്ക് അവസരവും സമയവും ലഭിച്ചെന്ന് വരികയില്ല. ലഭിക്കുന്ന അവസരം, ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇതിന് രണ്ട് കാര്യം ഞാൻ തെളിയിക്കാൻ പോവുക. സമയം തക്കത്തിൽ ഉപയോഗിച്ച രണ്ട് സംഭവം. ഒന്ന് പഴയ നിയമത്തിൽ നിന്നും, രണ്ട് പുതിയ നിയമത്തിൽ നിന്നും. അങ്ങനെ ആണെന്നില്ല, മനുഷ്യൻ പഴയതിൽ നിന്നും പുതിയതിൽ നിന്നും കൊടുത്തെന്നല്ലേ. അപ്പൊ പഴയതിൽ നിന്ന് ഒന്ന് തരാം. ഇപ്പൊ കുറെ വട്ടന്മാരിറങ്ങിയിട്ടുണ്ട്. അവര് പറഞ്ഞ പഴയ നിയമം പ്രസംഗിക്കരുതെന്നാ. അവനെല്ലാം മട്ട. പഴയതില്ലാതെ പുതിയതുണ്ടാവുമോ? ഏതോ ഒരു വട്ടൻ പറഞ്ഞെന്നാ കേൾക്കുന്നത്. ഇതാരാ കുത്തിക്കെട്ടിയെന്ന്? പഴയ നിയമവും പുതിയ നിയമവും കൂടെ ഒന്നിച്ച് അവന് കുത്തിക്കെട്ടിയവനെ അറിയണം. അന്നേരത്തെ തീഷ്ണതയ്ക്ക് ഞാൻ പറഞ്ഞു, പിന്നത്തേത് ഞാൻ ക്ഷമ ചോദിച്ച് ഞാൻ പറഞ്ഞു, അവനെ കുത്തിക്കെട്ടാതിരിക്കട്ടെ. അന്നേരത്തെ തീഷ്ണതയ്ക്ക് ഞാൻ അങ്ങ് പറഞ്ഞു പോയതാ. എടാ വിഡി, എല്ലാ തിരുവെടുത്തും ദൈവവിശ്വാസികമാണ്. പോഷ 31:1 മുതൽ വെളിപ്പാട് 22 ഒടുവിലത്തെ വാക്യം വരെ തിരുവെടുത്ത. ദൈവം പറഞ്ഞതും ദൂതൻ പറഞ്ഞതും മനുഷ്യർ തമ്മിൽ പറഞ്ഞതുമായ സംഭവങ്ങളുണ്ട്. പക്ഷെ ഇത് മുഴുവൻ തിരുവെടുത്ത. അന്നേരം അവൻ അറിയേണ്ടത് ഇത് രണ്ടും കൂടെ കുത്തിക്കെട്ടിയത് വേറെ ഒരു സഹോദരൻ പറഞ്ഞെന്നാ കേൾക്കുന്നത്. അതെല്ലാം കൂടെ കീറിക്കളഞ്ഞേക്കാൻ. കർത്താവും വേറൊരു വിഷയത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവെപ്പാൻ വരാതിരിക്കട്ടെ.
അപ്പൊ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇപ്പൊ വന്ന് നമ്മുടെ ചില പാസ്റ്റർമാരാന്നേലും കുറ്റമല്ലേ, സങ്കീർത്തനമൊന്നും അങ്ങനെ വായിക്കാറേ ഇല്ല. ഞാനതിനിപ്പോൾ ഖണ്ഡനമൊന്നും നടത്തുന്നില്ല. സങ്കീർത്തനം വായിക്കുന്നത് തെറ്റൊന്നുമല്ല, മഹാപാപവുമല്ല, അത് ദോഷമൊന്നുമല്ല. സ്തോത്രം. ഈ പുതിയ ഉപദേശക്കാര് അനുഗ്രഹം 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 എന്ന് പറയുമ്പോൾ മുഴുവൻ പഴയ നിയമത്തിൽ നിന്നാ വാക്യങ്ങൾ കൂടുതലും. അതിന് പഴയ നിയമത്തിലെ വാക്യമല്ല, സമയമായില്ലല്ലോ. സ്തോത്രം. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസിയാണ്, എല്ലാ തിരുവെഴുത്തും. നിൻമുഖ കാന്തിയൻ മ്ലാനത നീക്കും, നിൻമുഖ കാന്തിയൻ മ്ലാനത നീക്കും, നിൻ മധുരാമൃത വചനം ഖിന്നതയാകവെ പോകും. നിൻ മധുരാമൃത വചനം ഖിന്നതയാകവെ പോകും. മഹിമയഴും പരമേശ മഹിമ യേശു മഹേശ, മഹിമയഴും പരമേശ, മഹിമേശു മഹേശ. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാ തിരുവെഴുത്തും ദൈവശാസികമാണ്. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. പെട്ടെന്ന് ഞാൻ അങ്ങ് പറഞ്ഞ് നിർത്താം. ദൈവത്തിന് സ്തോത്രം. സമയം തക്കത്തിൽ ഉപയോഗിച്ച രണ്ട് സംഭവം, ഒന്ന് പഴയ നിയമത്തിൽ നിന്നും, രണ്ട് പുതിയ നിയമത്തിൽ നിന്നും. അത് വിശദീകരിച്ചാ പറയേണ്ടത്, പക്ഷേ ഇന്ന് അതിന് മുതിരുന്നില്ല. നിങ്ങൾ തിരുവെടുത്ത് ശോധന ചെയ്യുന്നവരും ഗ്രഹിക്കുന്നവരും പഠിച്ചിട്ടുള്ളവരും പഠിപ്പിക്കുന്നവരും ഒക്കെ ആകയാൽ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നത് മനസ്സിലാകും. ആദ്യം പഴയ നിയമത്തിൽ നിന്ന് സമയം തക്കത്തിൽ ഉപയോഗിച്ചവർ. അതിനേറ്റവും ദൃഷ്ടാന്തം ലേവി. യാക്കോബിനെ ലേയായി കൂടി ജനിച്ച മൂന്നാമത്തെ പുത്രൻ ലേവി. യവനും യവന്റെ ബ്രദറും, അവന്റെ ബ്രദറ് ഷിമിയോൻ, യവന്മാർ രണ്ടും കൂടെ ഒരിക്കലൊരു ശുശ്രൂഷയ്ക്ക് പോയി. ആ ശുശ്രൂഷ പരുവക്കേടായിരുന്നു. പോകാനുള്ള കാരണം ഇവരുടെ കുഞ്ഞുപങ്ങള് ആരാ, ഒന്ന് ഉറക്കെ പറ. ഇരിപ്പ് കണ്ടിട്ട് ദീനയുടെ അനിയത്തി ഇവിടെ വന്നിരിക്കുന്നത് പോലെ നിങ്ങളങ്ങ് ദീന എന്ന് പറ. ദീന അല്ല, അമ്മ പറയുന്നുണ്ട് കാര്യങ്ങൾ, ദൈവം അനുഗ്രഹിക്കട്ടെ. എവിടാ വീട്? എന്നാലും നല്ലതാ കേട്ടോ, പൂമാല പോലെ പറയുന്നുണ്ട്. ഏതായാലും ദൈവം അനുഗ്രഹിക്കട്ടെ, എനിക്കൊരാശ്വാസം. അപ്പൊ ഈ ദീന പണ്ട് ദേശത്തിലെ കന്യകമാരെ കാണാൻ ഒരു പോക്ക് പോയി. ഒരു പോക്ക്, ചുരുക്കി പറഞ്ഞാൽ അവിടെ ഒരുത്തനുണ്ടായിരുന്നു. അവന് എങ്ങനെയോ ഇവിടെ നമ്പർ കിട്ടി. അവൻ കലിങ്കയിലിരുന്നൊരു മിസ് കോൾ വിട്ടു. ക്ലീൻ. അപ്പൊ കണ്ട് ഹായ്, അങ്ങോട്ടൊരു മിസ് കോള്. ഇനി ഞാനൊന്നും പറയുന്നില്ല, ഇനി ഞാൻ പറയണ്ടല്ല, നിങ്ങൾക്കറിയാമല്ലോ. ചുരുക്കി പറഞ്ഞാൽ മിസ് കോൾ വിട്ട് മെസ്സേജ് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് ഏതാ ഇനി ഇത് വിടുന്നതിന് ഇത് ഇങ്ങനെ വാട്സപ്പ്. ചുരുക്കി പറഞ്ഞാൽ അവൻ അവളെയും കൊണ്ട് വീട്ടിൽ പോയി. അവളവിടെ ചെന്ന് പറഞ്ഞു, ഞങ്ങൾ പെന്തിക്കോസുകാരാന്ന് പറഞ്ഞു. പിന്നെ വീട്ടുകാർ ഒരുമാതിരി ചൊവ്വുള്ളവരായതുകൊണ്ട് ഷേഖേമിൻ, കൊച്ചേ നിൻ്റെ വീട് എവിടാന്ന് ചോദിച്ചു. ഞങ്ങളിപ്പം താമസിക്കുന്ന സുക്കോത്തില, ഞങ്ങളുടെ തറവാട് ബദേല. സുക്കോത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നെങ്കിലും വീട്ടുപേര് ഗേറ്റേലും മതിലേലും എല്ലാം ബദേൽ കോട്ടേജ്.
ശേഖം പൗരന്മാർ ബദൽ കോട്ടേജ് വന്ന് ബെല്ലടിച്ചു. എൻ്റെ ശൈലി പറയുക. അന്നേരം കഥ തുറന്ന് ജേക്കബ് പാസ്റ്റർ വന്നു. വന്നവർ ഇവർ പെന്തിക്കോസുകാരാണെന്ന് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ, പ്രൈസ് ദി ലോർഡ്. ജേക്കബ് പാസ്റ്റർ അങ്ങനെയൊക്കെ അതിൻ്റെ രീതികളായി പറഞ്ഞ് ചുരുക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് അവർ ചോദിച്ചു, ജേക്കബ് പാസ്റ്റർക്ക് മക്കള് കൃപയാല് 12 പേര്. അവർ ചോദിച്ചു, മോനാന്നോ മോളാന്നോ? 11 ആൺകുഞ്ഞുങ്ങളും 1 മോളും. അങ്ങനല്ലേ? അല്ലേ? ഓ പൂമാലെ ഒരു കൊച്ച് പിന്നെ അങ്ങ് എന്നപ്പോഴാണ് ജനിച്ചത്? എപ്പോഴാത്തിലെത്താൻ 40 ദൂരം ഉള്ളപ്പോൾ. ഈ സംഭവം നടക്കുമ്പോൾ 11 ഉള്ള ആൺപിള്ളേര്. അപ്പൊ 11 ആൺകുട്ടികൾ 1 പെൺകുട്ടി. അപ്പൊ അവർ ചോദിച്ചു, മോടെ പേരെന്നാ? അവളെ ദീനാക്കുട്ടി എന്നാ ഞങ്ങൾ വിളിക്കുന്നെങ്കിൽ ഒഫീഷ്യലായിട്ട് ദീന ലേയ ജേക്കബ്. അപ്പൊ അവർ ചോദിച്ചു, അവൾ ഇവിടെ ഉണ്ടോ? അവളെ അവിടെ കോളേജ് സ്റ്റുഡൻസ് എല്ലാം കൂടെ ഒരു 1 ഡേ പ്രോഗ്രാമിന് പോയി. ഇവളാ സ്റ്റുഡൻസിനെ പ്രതിനിധീകരിച്ച്, സ്റ്റുഡൻസിൻ്റെ എല്ലാം കൂടെ ലീഡർ എന്നാ പറയുന്നത്? ഇംഗ്ലീഷ് പറ, ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. മോനെ ഒരു ഇംഗ്ലീഷ് പറഞ്ഞ സ്റ്റുഡൻസിൻ്റെ എല്ലാം കൂടെ ഉറക്കെ പറ. മൈക്ക് അങ്ങോട്ട് കൊടുത്ത് അവൻ ഉറക്കെ പറയട്ടെ. മോൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ തെറ്റിപ്പോ, എനിക്ക് ഇംഗ്ലീഷ് ഭാഷയില്ല. ആട്ടാ, അത് ഞാൻ പറഞ്ഞാൽ ഒക്കുകയല്ല. അപ്പൊ ഇവളാണ് ഈ സ്റ്റുഡൻസിന്റെ അത് തന്നെ. അപ്പൊ അവര് ചോദിച്ചു, മോള് ഇപ്പം വരുമോ? എങ്ങനാ? അവൾ വരും. അവര് പറഞ്ഞു, വരികയല്ല. അയന ഞങ്ങളുടെ പെരയ്ക്കകത്തിരിപ്പുണ്ടെന്ന്. അയ്യോ, ഞങ്ങളുടെ പെങ്കൊച്ചെങ്ങനാ നിങ്ങളുടെ പെരയ്ക്കകത്ത്? ഇത് ദുഷ്കാലമാണ്. ഇത് ദുഷ്കാലമാണ്. അന്തം വിട്ടുപോയി. പിന്നെ ഈ വന്നവർ മര്യാദക്കാരായതുകൊണ്ട് പറഞ്ഞു, പിന്നെ ഞങ്ങളുടെ ചെറുക്കൻ അവളെ ബോധിച്ചു. അപ്പം അവർ തമ്മിൽ അങ്ങ് അടുപ്പമായി. അപ്പം കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അയ്യോ, ഞങ്ങൾ ബെന്തിക്കോസുകാരാ. അത് അവൾ പറഞ്ഞു. അപ്പം ഞങ്ങൾ ബെന്തിക്കോസാ. എൻ്റെ ഗ്രാൻഡ് ഫാദറാ ഇത് തുടങ്ങിയത്. ആരുടെ? എൻ്റെ ഫാദർ ഐസക് പാസ്റ്റർ. ഐസക് പാസ്റ്ററുടെ ഫാദർ ഏബ്രഹാം പാസ്റ്റർ. മനസ്സിലാകാഴിയാന്നോ? എന്നെ പൊട്ടം കളിപ്പിക്കുകയാന്നോ? ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറാ. അപ്പം എബ്രഹാം പാസ്റ്റർ, അയ്യോ എൻ്റെ വല്യപ്പച്ചൻ. ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നേ? അത് തന്നെ. അയ്യോ, അപ്പച്ചൻ മെസ്സപ്പൊട്ടോമിയായി നിറങ്ങിയതൊക്കെ. ചുരുക്കി പറഞ്ഞാൽ അവർ പറഞ്ഞു, ഞങ്ങളുടെ ചെറുക്കൻ അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഓ, ഞങ്ങൾ പെന്തിക്കോസുകാരാ. അപ്പം എന്നെ അത് ഞങ്ങൾക്ക് സഭയെ പറയണം. പിന്നെ തന്നെയല്ല, സ്നാനപ്പെട്ടവനായിരിക്കണം. രക്ഷിക്കപ്പെടുകയൊന്നും വേണ്ട, സ്നാനപ്പെട്ടവനായിരിക്കും. ഉടനെ അവർ പറഞ്ഞു, അവർ തമ്മിൽ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനത്തിലാണ് വന്ന് ഞങ്ങൾ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അവൻ സ്നാനപ്പെടാൻ ഉടനെ വന്നവർ പറഞ്ഞു, അവൻ മാത്രമല്ല ഒക്കുക എന്ന് ഞങ്ങളെല്ലാവരും സ്നാനപ്പെടുക. കൂട്ടസ്നാനം കുസ്തന്തീനോസിൻ്റെ കാലത്ത്. യാക്കോബിന് സന്തോഷമായി ഉടമ്പടി ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ പുസ്തകം പഠിക്കുന്നവർക്കറിയാം, ശേഖേമരെല്ലാം കൂടെ കൂട്ടസ്നാനം നടത്തി കഴിഞ്ഞപ്പം ഈ അപ്പൻ്റെ 2 പിള്ളേര് ആരാ? ലേവിയും പിന്നെ ശിമയോനും കൂടെ അപ്പൻ്റെ അനുവാദം വാങ്ങാതെ, എൻ്റെ ഭാഷ പറഞ്ഞാൽ സാഹസത്തിൻ്റെ ആയുധമെടുത്തുകൊണ്ട് ശേഖേമിൽ ചെന്ന് വേദനപ്പെട്ടിരുന്ന ശേഖേം പൗരന്മാരെ മുഴുവൻ വെട്ടിക്കൊന്നു. അതുകൊണ്ട് ആ ഉൽപ്പത്തി 34
30-ാമത്തെ വാക്യത്തിൽ യാക്കോബ് പറയുന്നൊരു പദമുണ്ട്, നിങ്ങൾ ഈ ദേശത്തന്നെ നാറ്റിച്ചെന്ന്. വായിച്ചേ, 34:30 ഉൽപ്പത്തി, പെട്ടെന്ന്. അപ്പോൾ യാക്കോബ് ശിമയോനോടും ലേവിയോടും ഈ ദേശനിവാസികളാകുന്ന കനാന്യരുടെയും പെരിസ്യരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ചു വിഷമത്തിലാക്കി. കണ്ടോ, ഇങ്ങനെ അപ്പനെ നാറ്റിച്ച 2 എണ്ണം ശിമയോനും ലേവിയും. വർഷങ്ങൾ കഴിഞ്ഞു. ഓടിച്ചു പറയുക, അപ്പനാകുന്ന യാക്കോബ് മരണവക്ത്രത്തിലോട്ട് വരുന്ന സമയത്ത് അപ്പൻ തന്റെ മക്കളെ എല്ലാം വിളിച്ചു കൂട്ടി വെച്ച് പറഞ്ഞു, ഭാവികാലം സംബന്ധിച്ച് ദൂത് പറയാൻ വരാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ശിമയോനെ ലേവിയെ പറ്റി പറഞ്ഞൊരു പദമുണ്ട്. വായിച്ചോ, 49-ന്റെ 5-ാമത്തെ വാക്യം. ശിമയോനും ലേവിയും സഹോദരന്മാർ. ശിമയോനും ലേവിയും സഹോദരന്മാർ. അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. പിന്നെ എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്. എൻ മനമേ അവരുടെ യോഗത്തിന് പോകരുതേ. വിളിച്ചു പറയുന്നത് കേട്ടിട്ടില്ലേ? അവരുടെ യോഗത്തിന് പോകരുതേ. എൻ മനമേ റോസമ്മ നടത്തുന്ന യോഗത്തിന് പോകരുതേ. എന്മനമേ നിങ്ങളാരും ലോകോസിലെ യോഗത്തിന് പോകരുതേ. എന്തുകൊണ്ടെന്നാൽ പോയാ നീ ഗുണപ്പെട്ടു പോകും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ എന്മനമേ ഇവിടം വിട്ട് നിങ്ങളാരും പോകരുതേ. നിങ്ങൾ കേട്ടിട്ടില്ലേ? ആരാ അവിടെ പറഞ്ഞ? ഒരമ്മയ്ക്കെങ്കിലും ഏറ്റല്ല ദൈവത്തിന് മകത്ത്. ദൈവം അനുഗ്രഹിക്കാം. എന്മനമേ അവരുടെ യോഗത്തിന് പോകരുതേ. സത്യസഭാ വിശ്വാസികളെ, നിക്കിയ വിശ്വാസ പ്രധാനത്തിന്റെ വിശ്വാസത്തിന്റെ പ്രമാണം കാക്കുന്ന സത്യസഭാ വിശ്വാസികളെ, എന്റെ ഭാഷയാ, പെന്തിക്കോസുകാരെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. കാതും കഴുത്തും പറിച്ച് പെണ്ണുങ്ങളും മീജ പഠിച്ച് കുറെ ആണുങ്ങളും വെള്ള വസ്ത്രം ധരിച്ച് തമ്പേരെടുത്തടിച്ചും കൊട്ടിയും പാടിയും നിങ്ങളെ ട്രാക്ട് കാണിച്ചും കണ്ണ് കാണിച്ചും ഒക്കെ നിങ്ങളെ യോഗത്തിന് വിളിക്കും. അവരുടെ യോഗത്തിന് പോകരുതേ. ലോകോസിലെ യോഗത്തിന് പോകരുതേ. ആണ്ട പോകുന്നു 3 എണ്ണം. ഇവിടെ ഒച്ചങ്ങളെ പോകരുതെന്നാ പറഞ്ഞേ. അപ്പൊ ശ്രദ്ധിച്ചേ, നിങ്ങളാരും അവരുടെ യോഗത്തിന്. ശിമയോനിൽ ലേവിയ സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. എന്നുള്ളവേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്. അവരുടെ യോഗത്തിൽ ചേരരുത്. അപ്പൻ യോഗം കയറി മുടക്കി. അവരുടെ യോഗത്തിന് പോവുകയും ചെയ്യരുത്, നമ്മുടെ യോഗത്തിന് അവരെ വിളിക്കുകയും ചെയ്യരുത്. നോട്ടീസ് കൊടുത്താൽ പോലും വായിക്കുകയല്ല. ചില വിദ്വാന്മാർ ഉപദേശിമാരുണ്ട്, വായിക്കുക. ചില മിടുക്കന്മാർ ആ ദിവസം അവിടെ യോഗം വെക്കും. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു കൺവെൻഷന് പോയി. തൊട്ടടുത്ത കൺവെൻഷൻ നല്ല യോഗമായിരുന്നു. തൊട്ട് താഴെ ഒരു സഭ അന്നേരം യോഗം വെച്ചേക്കുന്നു. 3 എണ്ണം ഇരിപ്പുണ്ട്. ഒന്നിന് യാതം വിടാൻ മേലാത്തതാ, ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ഒന്നിന് കെൽപ്പും കിടയില്ലാത്ത. യോഗത്തിന് പോകരുത്. യോഗം കയറി മുടക്കി. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. അത് പെട്ടെന്ന് പറഞ്ഞ് നിർത്താം. അപ്പൊ അപ്പൻ ഈ പിള്ളേരെ കയറി അങ്ങ് പ്രാഗി. നാടൻ ഭാഷ പറഞ്ഞ യോഗത്തിന് പോകരുത്. ചുരുക്കി പറഞ്ഞാൽ അന്ന് മുതൽ എൻ്റെ ശൈലി പറയാ, ലേവി യോഗം വെച്ചാൽ ഇവരാരും പോവുകയില്ല. ഇവരുടെ യോഗത്തിന് ലേവിയെ വിളിക്കുകയില്ല. അപ്പൊ ലേവി എതിർത്തും ഓടക്കി ഒന്നും പോയില്ല. കേസ് കൊടുക്കാൻ പോയില്ല, കോടതി പോയില്ല, അപ്പനെതിരെ കേസ് കൊടുക്കാൻ പോയില്ല, ചേട്ടന്മാർക്കെതിരെ നടപടിക്രമം എടുത്തില്ല, വാട്സപ്പിനകത്തൊന്നും പറഞ്ഞില്ല, പിന്നെന്തുവാ ഫേസ്ബുക്കിലൊന്നും കുറിച്ച് വെച്ചില്ല, ഒന്നുമില്ല. ലേവി ഇങ്ങനെ തീരുമാനിച്ചു, തക്ക സമയം വരും, അവസരം വരും. അവൻ അന്ന് മുതൽ ഇങ്ങനെ ദൈവസന്നിധിയിൽ ജാഗരിച്ചു. ഇടയ്ക്കത്തെ എനിക്കിതൊക്കെ എടുത്ത് നല്ല പാട്ടുമൊക്കെ പാടി നിന്ന് പ്രസംഗിക്കേണ്ടതാ, ഞാൻ മുതിരുന്നില്ല. അവനിങ്ങനെ അവസരം നോക്കിയിരിക്കുക, സമയം തക്കത്തിൽ ഉപയോഗിച്ചോണം. ലേവി
ഇങ്ങനെ അവസരം നോക്കി ഇരുന്ന് നാളുകൾ കഴിഞ്ഞ് അപ്പനങ്ങ് മരിച്ചു. തലമുറകളെല്ലാം കൂടെ പിന്നത്തേതിൽ മിസ്രയീമിൽ ചെന്ന് കുടിയേറി. മിസ്രയീമിൽ നിന്ന് അപ്പനെ കൊണ്ടടക്കി. അതിനുശേഷം മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കടന്ന് കുഞ്ഞാടനെ അറുത്ത് ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ പ്രയാണം ചെയ്ത് അങ്ങനെ വരുന്ന അളവിൽ മോശ പ്രമാണം വാങ്ങാൻ മേപ്പോട്ട് പോയപ്പോൾ യവന്മാരെല്ലാം കൂടെ അഹരോനെ ചട്ടം കെട്ടി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഒരു ദൈവത്തെ തരാൻ. അഹരോൻ പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെ ചെന്ന് ദൈവത്തെ ഉണ്ടാക്കാനാ. പുള്ളി പറഞ്ഞു, ഞാനങ്ങ് ദൈവം ആയാലോ? അവർ പറഞ്ഞു, എനിക്ക് ദൈവം ആകാനുള്ള ഇല്ല, വേറൊരാളെ തരണം. അപ്പോൾ അഹരോനെ എൻ്റെ ഭാഷയെ പറഞ്ഞ് വട്ടം വിട്ട് നോക്കിയപ്പം തള്ളമാരെല്ലാം കുണുക്ക് വിട്ട് ഇങ്ങനെ ഗ്ലോറി പറഞ്ഞിരിക്കുക. ജീസസ്, താങ്ക് യു ലോർഡ്. അപ്പോൾ അഹരോൻ പറഞ്ഞ്, ഇവളുമാർ ഊരുകയല്ല, എന്നാൽ ഇക്കൈക്ക് ഊരിയേക്കാം. അപ്പോൾ അഹരോൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, പെണ്ണുങ്ങളും കൊച്ചുങ്ങളും എല്ലാം കുണുക്കും എല്ലാം കൂടി കൊണ്ട് തരാൻ പറഞ്ഞു. യോഗേട്ടപാതി ഇതുങ്ങളെല്ലാം കൊണ്ട് കൊടുത്തു. എനിക്കിഷ്ടം കൊണ്ട് കൊടുത്തല്ലോ. ഊരാൻ പറഞ്ഞപ്പോൾ അന്നേരം ഊരി. എനിക്ക് അതിലും ഇഷ്ടം അഹരോനോടാ. പുള്ളി ഇതെല്ലാം കൂടെ വാങ്ങിച്ചു മുങ്ങിയില്ലല്ലോ. ഇന്നത്തെ അഹരോനാന്ന് പെണ്ണുങ്ങളുടെ കുണുക്കെല്ലാം കൂടെ വാങ്ങിച്ച് അത് ഒരു കുട്ടിച്ചാക്കിനകത്തോട്ട് നിറച്ചു അഹരോൻ അതുമായിട്ട് അങ്ങ് മുങ്ങും. നമ്മൾ പിന്നെ തപ്പ് കിടക്കുക. ഡോക്ടർ റവറൻ്റെ അഹരോനെ കാണാനില്ല. അഹരോൻ കുണുക്കെല്ലാം കൂടെ കുട്ടിച്ചാക്കിനകത്തിട്ടേച്ച് അഹരോന് മുങ്ങിയില്ല. ഈ കുണുക്കുമെല്ലാം കൂടെ മേടിച്ച് ഒരു കൊത്തുള്ളി എടുത്തത് ആ പരുവത്തിനാക്കി പാച്ച വരുത്തി ലക്ഷണമൊത്തൊരു കാളക്കുട്ടിയെ അങ്ങോട്ട് വാർത്തുണ്ടാക്കി. കാളക്കുട്ടിയെ വാർത്തങ്ങോട്ടുണ്ടാക്കി. കണ്ടവൻ കാളെ കണ്ട ഇളകുക. അപ്പൊ വിവരിക്കുന്നില്ല ഞാൻ. കാളയുടെ മുന്നിൽ യാഗപീഠം പണിതു. അവര് തിന്നാനും കുടിക്കാനും വേണ്ടുന്നൊരു കളിപ്പാൻ എന്ന് പറഞ്ഞാൽ മ്ലേച്ഛതയാ. കളിപ്പാൻ എഴുന്നേറ്റു. വസ്ത്രമില്ലാതായി ചുരുക്കി പറഞ്ഞ എല്ലാം വടിവിട്ട് കാളക്കുട്ടിയുടെ മുന്നിൽ ആഹ്ലാദിച്ച് അർമാദിച്ച് തമിഴിൽ വായിക്കുന്ന വിളയാടി എന്ന, മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് കളിപ്പാൻ എഴുന്നേറ്റെന്ന, തമിഴിൽ കൊടുത്തിരിക്കുന്ന വിളയാടി എന്ന. എന്തായാലും കൊള്ളാം, വിളയാട്ടം അങ്ങോട്ട് മൂർച്ഛിച്ച് ആകെ പരുവക്കേടായപ്പോൾ മോശ ആ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരിക പ്രമാണമായിട്ട്. താഴോട്ട് വന്നപ്പോൾ യോശുവയോട് ചോദിച്ചു, എന്താ പതിവില്ലാത്തൊരു ബഹളം? പറഞ്ഞു, ഫാസ്റ്റിംഗ് പ്രയറാണ് 40 days. അപ്പോൾ ചോദിച്ചു, എന്തോ ഫാസ്റ്റ്? ഫയർ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞു. പകല് ഫയർ, രാത്രി പവർ ഇല്ലേ? പകല് ഫയറും. അപ്പൊ പകലത്തെ പാട്ടിതാ, തീ പോലെ ഇറങ്ങണമേ, അത് പകല്. രാത്രി പവർ. ഉണ്ടു ശക്തി. തയ്യക്കാരൻ നിൽക്കും പോലെ നിൽക്കുക. ഉണ്ടു ശക്തി. നിങ്ങൾ കണ്ടില്ലേ തയ്യക്കാരൻ നിൽക്കുന്നേ? തുണി ഇങ്ങനെ ഓടിപ്പോ. അപ്പൊ പകല് ഫയറും വൈകിട്ട് പവറും. മോശ പ്രമാണമായിട്ട് വന്നിച്ച് പറഞ്ഞേടാ, ഇത് പവറുമല്ല, ഫയറുമല്ല, ഇത് പ്രമാണം വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞു. സ്തംഭമാകട്ടെ, സ്തൂപമാകട്ടെ, രൂപമാകട്ടെ, ഒന്നും കൊത്തി വശലത്ത ഉണ്ടാക്കരുതെന്ന് ദൈവം പ്രമാണം കൊടുത്തപ്പോ കാളക്കുട്ടി ഉണ്ടാക്കി തുള്ളിച്ചു. ഇത് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു. മോശ അവിടെ നിന്നൊരു ചോദ്യം, യഹോവയുടെ പച്ചത്തുള്ളവനല്ല എന്തി അടുക്ക വരട്ടെ. അയ്യോ, ലേവി അവസരം നോക്കിയിരിക്കുക. സമയം തക്കത്തിൽ ചില വർഷങ്ങളായി, നാടുകളായി ലേവിയുടെ യോഗത്തിന് ഇവരും പോകുകയില്ല, ഇവരുടെ യോഗത്തിന് ലേവിയെ വിളിക്കത്തുമില്ല. ഒറ്റപ്പെട്ട് തിക്താനുഭവങ്ങളിൽ കൂടി, തീച്ചൂളയിൽ കൂടെ കടന്നു പോകുന്ന ലേവി കേസിന് പോകില്ല, കോടതി പോകില്ല, മറുപടി പറയാൻ പോകില്ല, എതിർക്കാൻ പോകില്ല, ഉടക്കാൻ പോകില്ല, ഓതക്കാൻ പോകില്ല. ലേവി ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഒരവസരം ദൈവം ഒരുക്കും. അങ്ങനെ നമ്മൾ മോശം വയ്ക്കുക, യഹോവയുടെ പച്ചത്തുള്ളവനല്ല എന്തി എടുക്ക് വരട്ടെ. ലേവി കണ്ണ് കാണിച്ച് ചാടി കയറണമെന്ന് പറഞ്ഞ് അവസരം തരിക. സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ദുഷ്കാലം ആ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. നാളെ ഒരു അവസരം ചിലപ്പോൾ കിട്ടിയെന്ന് വരിക, ചാടി കയറാന്ന് പറഞ്ഞു. അയ്യോ, ലേവി ഗോത്രക്കാർ ചാടി ഇങ്ങോട്ട് വന്നപ്പോൾ മോശ പറഞ്ഞ്, ഒന്നും നോക്കണ്ട, വാളെടുത്ത് വീശടാന്ന് പറഞ്ഞു. വാളെടുത്ത് നല്ല ഒരറ്റം മുതൽ അങ്ങോട്ട് അരിയാൻ തുടങ്ങി. വായിച്ചേ, അരിഞ്ഞതിനെ പറ്റി വായിച്ചേ. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 8 മുതൽ വായിച്ചേ. പെട്ടെന്ന് സമയം പോകുന്നു. ആവർത്തനം 33-ന്റെ 8 മുതൽ എടുക്ക് സാവകാശ. 33-ന്റെ 8 മുതൽ വായിച്ചു. അത് 34 അല്ലേ? 33-ന്റെ
8 മുതൽ വായിര്. ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത്, ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നിന്റെ തുമ്മിയും നിന്റെ തുമ്മിയും ഊറിയും വെളിപ്പാടും സാക്ഷ്യവുമൊക്കെയാ. തുമ്മിയും ഊറിയും നിൻ ഭക്തന്റെ പക്കലിരിക്കുന്നു, അടുത്ത് നീ മസകിൽ വെച്ച് പരീക്ഷിക്കുകയും കലകലത്തിൽ പോരുകയും ചെയ്തവന്റെ പക്കൽ. അടുത്തത്, അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച്, അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് എന്ന് പറഞ്ഞാൽ ലേവി ഇങ്ങനെ അവസരം നോക്കിയിരിക്കുക. ഇവനെ അടുപ്പിക്കുന്നില്ല, കായ്ക്ക് തൊടിയിക്കുന്നില്ല, ഓമാര് തൊടിയിക്കുന്നില്ല. ലേവി ഇങ്ങനെ പ്രാർത്ഥിച്ച് അവസരം നോക്കിയിരിക്കുക. ലേവിക്കറിയാൻ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. അവസരം നോക്കിയിരുന്നപ്പോൾ മോശ പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്ക വരാൻ. അന്ന് വേറെ ആരും വരുന്നില്ല. ലേവി കണ്ണ് കാണിച്ചടാ ചാടി കയറാന്ന് പറഞ്ഞു. അവസരം ദൈവം ഒരുക്കിക്കൊണ്ട് വരിക. ചാടി കയറാൻ പറഞ്ഞു. ചാടി കയറിയപ്പോൾ ചെയ്ത കാര്യമാ വായിക്കുന്നത്, അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനമാകുന്ന വാളെടുത്തപ്പോൾ അപ്പനാണോ അമ്മയാണോ എന്നൊന്നും നോക്കിയില്ല, കാര്യം തീർത്തു പറഞ്ഞു. അമ്മാച്ചൻ ആ കുടുംബത്തിലെ കാരണം വരാ, ഞങ്ങൾ വലിയ കുടുംബക്കാരാ. തോമാശ്ലീയ വന്നപ്പോൾ അവൻ 4 ബ്രാഹ്മണ കുടുംബത്തെ മുക്കിയില്ലയോ? പാട്ട് പറയാതെ തോമാച്ചൻ ഇവിടെ വന്നുമില്ല. ഏതാ നീ ഉദ്ദേശിച്ച തോമാച്ചൻ വന്നുമില്ല, ഇവിടെ ബ്രാഹ്മണ കുടുംബത്തെ മുക്കുകയില്ല. പിന്നെ നിന്നെ കണ്ടാൽ അറിയാവില്ല ബ്രാഹ്മണനാന്ന്. ഞങ്ങളുടെ ഒരു വല്യപ്പൻ പറഞ്ഞത് പിരിച്ചെഴുതണം. കമലാക്ഷി പിരിച്ചെഴുതില്ല. കമലം അധികം അച്ചി സമം കമലാക്ഷി. ബ്രാഹ്മണൻ പിരിച്ചെഴുതിക്കോ, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, പിരിച്ചെഴുതി വീട്ടിൽ പോകും. ഓരോരുത്തർ വലിയ ക്രെഡിറ്റ് പറയല്ലേ. ലേവിയുടെ പ്രമാണം നോക്കിയേ, അപ്പനൊന്നും അമ്മയൊന്നും ഓർത്തില്ല. ദൈവവചനമാകുന്ന വാള് കയ്യിൽ കിട്ടിയപ്പോൾ അവൻ ദൈവത്തെ നോക്കുക. അപ്പനൊന്നും അമ്മയൊന്നും ഓർത്തില്ല. അടുത്തത്, സഹോദരന്മാരെ അവൻ ആദരിച്ചു. സഹോദരന്മാരെ ആദരിച്ചില്ല. അയ്യോ അതെന്റെ ആ ചേട്ടനെ അനിയന ഒന്നും നോക്കില്ല. അടുത്തത്, സ്വന്തം മക്കളൊന്നും ഓർത്തുമില്ല, പിള്ളേരൊന്നും ഓർത്തില്ല. പിന്നെ നിന്റെ വചനം അവർ പ്രമാണിച്ചു. നിന്റെ വചനം അവർ പ്രമാണിച്ചു. വചനം പ്രമാണിച്ചു. നിന്റെ നിയമം കാത്തുകൊള്ളുക. നിയമം കാത്തു. ശ്രദ്ധിക്കുക, ലേവി അവസരം കിട്ടി, സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ദൈവത്തിന്റെ വചനമാകുന്ന വാളെടുത്ത് തക്ക സമയം വന്നപ്പോൾ അവൻ വെട്ടി ദൈവത്തിന്റെ പ്രമാണത്തിന് വേണ്ടി നിന്നു. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, അവനെ പൗരോഹിത്യം അങ്ങ് കൊടുക്കുക എന്ന് പറഞ്ഞു. കൊടുക്കുക. നിങ്ങൾ ആ പുസ്തകം പഠിച്ചാൽ പൗരോഹിത്യം എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. ഞാൻ ആ റെഫറൻസ് അങ്ങ് മറന്നു. സാഹുപാസ്റ്റേ, പൗരോഹിത്യം ലേവിക്ക് മാത്രമല്ലായിരുന്നു, എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. അതിൻ്റെ ആ 19 അധ്യായത്തിൻ്റെ 5 മുതലെന്ന് വായിച്ചേ. പുറപ്പാട് 19-ന്റെ 5 മുതൽ പൗരോഹിത്യം എല്ലാവർക്കും ഉള്ളതായിരുന്നു. വായിച്ചേ, പെട്ടെന്ന് വായിച്ചോ, നമുക്ക് പോവാം. ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച്, ഇസ്രായേലിനോട് പറയാം, നിങ്ങൾ എനിക്ക്, ദൈവം പറയുക, എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. അടുത്തത്, ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. ഭൂമിയല്ല എനിക്കുള്ളത്. അടുത്തത്, നിങ്ങൾ എനിക്ക് ദൈവം പറയുക, നിങ്ങൾ, അല്ലയോ ഇസ്രായേല്, നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജത്വവും. അപ്പോൾ 12 ഗോത്രങ്ങൾക്കും കൂടെ ദൈവം കൊടുത്തത് ആ പൗരോഹിത്യവും രാജത്വവും. എന്നാൽ അവൻ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിന്റെ മുമ്പിൽ ഒരു കുമ്പിട്ട് ആരാധിച്ചപ്പോൾ അവൻ മോശ പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്ക വരാൻ. വേറെ ആരും പോകാതെ നിന്നപ്പോൾ ലേവി ചാടിക്കേറി ചെന്നപ്പോൾ തമ്പുരാൻ തീരുമാനിച്ചു, 12 ഗോത്രത്തിനും ഇനി പൗരോഹിത്യം കൊടുക്കത്തില്ല, ഇനി ലേവിക്ക് ഇത് കൊടുക്കുക. സമയം തക്കത്തിൽ ഉപയോഗിച്ചു. എപ്പോഴും അവസരം കിട്ടത്തില്ല, കിട്ടുന്ന അവസരം തക്കത്തിൽ ഉപയോഗിച്ചോണം. ആരാധിക്കാൻ അവസരം കിട്ടുമ്പോൾ ആരാധിച്ചോണം. പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കണം. സ്തോത്രം ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ സ്തോത്രം ചെയ്യണം. കൈയടിക്കാൻ ആരോഗ്യമുള്ളപ്പോൾ കൈയടിച്ചോണം. ഹല്ലേലൂയ പറയാൻ ശബ്ദം അവസരം കിട്ടുമ്പോൾ ഹല്ലേലൂയ പറഞ്ഞോണം. കണ്ണിന് കാഴ്ചയുള്ളപ്പോൾ തിരുവചനം വായിച്ചോണം. നടക്കാൻ ആക്കമുള്ളപ്പോൾ യോഗത്തിന് പൊക്കോണം. അവസരം നഷ്ടപ്പെടുത്തരുത്. ഇത് ദുഷ്കാലമാകയാൽ സമയം. അപ്പൊ പഴയ നിയമത്തിലെ വിശദീകരിക്കുന്നില്ല, തെളിവാ. ലേവി അത് തക്കത്തിൽ ഉപയോഗിച്ചു. പുതിയ നിയമത്തിലെ കാര്യവും കൂടെ പറഞ്ഞങ്ങ് നിർത്താം, അത് അധികം വിശദീകരിക്കുന്നില്ല. പുതിയ നിയമത്തിലെ സംഭവം, പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് കർത്താവ് ബഥാന്യയിൽ വന്നു. ശീമോന്റെ വീട്ടില്, കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടില്. ആ ശിമോനെ പറ്റി 2 അഭിപ്രായമാണ്. ഒന്ന്, ഈ മാർത്തായുടെ ഭർത്താവായിരുന്നെന്നാ ചിലർ പറയുന്നത്.
വേറെ ഒരു വിഭാഗക്കാർ പറഞ്ഞ് ഇവരുടെ അപ്പനായിരുന്നെന്ന എന്ന് നമ്മൾ തർക്കിക്കൊന്നും വേണ്ട, എന്ത് വായിക്കോട്ടെ. ഈ വീട്ടിലെ പ്രധാനപ്പെട്ട 3 പേരാ, മാർത്താമ്മയും മറിയാമ്മയും ലാസറും. യേശു പലപ്പോഴും ഈ വീട്ടിൽ വരും, പലപ്പോഴും വീട്ടിൽ വരും. നിലവിളിയാന്നല്ലോ. അപ്പൊ ശ്രദ്ധിച്ചേ, യേശു പലപ്പോഴും ഈ വീട്ടിൽ വരും. കർത്താവിനെ ഈ സഹോദരിമാർ നന്നായിട്ട് ശുശ്രൂഷിക്കും. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. ചുരുക്കി പറഞ്ഞാൽ, ചരിത്രമൊന്നും പറയുന്നില്ല, പെസഹായ്ക്ക് ചില ദിവസങ്ങൾ മുമ്പ് യേശു ഈ ബഥാനിയിൽ വന്നു അവിടെ ഒരു വിരുന്നൊരുക്കി, അത്താഴമൊരുക്കി. അപ്പോൾ മറിയ സ്വച്ഛ ജഡമാംസ തൈലം ഒരു ഭരണി, അങ്ങനല്ലയോ പാസ്റ്റർ എഴുതിയേക്കുന്ന 12-ാം അധ്യായത്തിന്റെ 1-2 അല്ലയോ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 1-2 പെട്ടെന്ന് വായിക്കാൻ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത വേദാനിയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ ചെന്നു. 6 ദിവസം മുമ്പ് ചെന്നു. അവിടെ അവർ അവന് ഒരു അത്താഴമൊരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോട് കൂടെ പന്തിയിലിരുന്നവരിൽ ഒരുത്തനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തലെടുത്ത് അങ്ങ് എടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. ശ്രദ്ധിച്ച് അത് മറക്കരുതേ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. പഴയ നിയമത്തിലെ തെളിവ് ലേവി തക്കത്തിൽ ഉപയോഗിച്ചു, പൗരോഹിത്യം അരക്കിട്ട് ഉറപ്പിച്ചു. പുതിയ നിയമത്തിലെ സംഭവമാണ് ഓർപ്പിക്കുന്നത്. പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് കർത്താവ് ഈ വീട്ടിൽ വന്നു. മാർത്ത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. മറിയ സ്വച്ഛ ജഡമാംസ തൈലം ഒരു റാത്തിലെടുത്ത് പൊട്ടിച്ച് അവിടുത്തെ ഒഴിച്ച് സ്തോത്രം തലമുടി കൊണ്ട് അല്ലാതെ മറിയ വട്ടം കണ്ടിച്ച് നടക്കുകയല്ലായിരുന്നു. വട്ടം കണ്ടിച്ചാന്നും തലമുടി കൊണ്ടൊന്നും ഈ ശാരീരിക ക്ഷീണമുണ്ടായി ചില രോഗത്തിൻ്റെ കെടുതികളാൽ തലമുടി പോയ മാന്യ സഹോദരിമാരുണ്ട്. അവരുടെ കാര്യമല്ല ഞാനീ പറയുന്നത്. ദൈവം അവരെ സഹായിക്കട്ടെ, തലമുടി വളരാൻ ദൈവം കൃപ ചെയ്യട്ടെ, ദൈവം പിടിപ്പിക്കട്ടെ. ഒരു കുഴപ്പമില്ലാത്ത മോളി ഇതെല്ലാം മട്ടം കണ്ടിച്ചേച്ച് അതാ. ഏതായാലും മാർത്ത അതുകൊണ്ട് തലമുടി കൊണ്ട് തുവർത്തി. അതെ, ഇത് വിലയേറിയ തൈലമാണ്, സ്വച്ഛ ജഡമാംസ തൈലം, നല്ല വിലയുള്ളതാ. ഈ സംഭവം ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ നമ്മുടെ ട്രഷാർ ഇരിപ്പുണ്ടായിരുന്നു. ആരാ? അയ്യോ ട്രഷാർ, അത് തന്നെ യൂദ. പുള്ളി 2-3 കൊല്ലമായിട്ട് ട്രഷാർ പദവി ഇരിക്കുക. പുള്ളി ഇത് കണ്ടോടനെ കയറി ഇളകി. അയ്യോ, ഈ പാഴ്ചെലവ്, ഈ വെറും ചെലവ്, ഇത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാൻ മേലായിരുന്നു. അവിടെ എഴുതിയിട്ടുണ്ട് യോഹന്നാന്നല്ല കൃത്യമായിട്ട്. അവൻ ദരിദ്രന്മാരോടുള്ള കരുണ കൊണ്ടോ അനുകമ്പ കൊണ്ടൊന്നുമില്ല എഴുതിയേക്കുന്ന. അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി ഇവൻ്റെ പക്കലാകൊണ്ടും അതിലിടുന്നത് ഇവൻ അടിച്ചു മാറ്റുന്നത് കൊണ്ടുമാണ്. നമ്മളോർക്കും ഇസ്കറിയോത്ത യൂദായിക്ക് അങ്ങ് ഭയങ്കര മഹാമനസ്കതയാണ്. ഇതുപോലെ ദീനാനുകമ്പയുള്ള ഒരു അച്ചായൻ ഈ കൂട്ടത്തിൽ. അയ്യോ, ഇവൻ കള്ളന. ഇവൻ കള്ളൻ, 2 സഞ്ചി ഇവൻ്റെ പക്കൽ, 3 എന്നും അടിച്ചു മാറ്റും. ഈ യേശുവിൻ്റെ ശുശ്രൂഷയിൽ നിങ്ങൾ മൊത്തം പഠിച്ച ഓഡിറ്റിംഗ് ഒന്നും അങ്ങനെ ഓഡിറ്റിംഗ് ഉണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷേ അതൊന്നും വായിക്കുകയോ എടുക്കുകയൊന്നുമില്ല. നമ്മുടെ സഭകളില്ല. സ്തോത്രം, ഞായറാഴ്ച കയറി ചെല്ലുമ്പോൾ കൊടുക്കാത്തവൻ്റെ ലിസ്റ്റ്, കൊടുത്തവൻ്റെ ലിസ്റ്റ്, പിന്നെ ഞായറാഴ്ച സെക്രട്ടറി ഇങ്ങോട്ട് വന്ന് ദശാംശം കൊടുക്കാത്തവരുടെ ഏതാണ്ട് വലിയ കൊള്ള സങ്കേതത്തിൽ ചെന്ന പോലെ. ചിലപ്പോൾ നീ ഓർക്കും, ദൈവമേ പൂലാൻ ദേവിയുടെ സംഘത്തിലാണോ ചമ്പൽക്കാട്ടിൽ? എടാ, കൊടുക്കേണ്ടവൻ കൊടുത്തോളും. അവനെ ഇടിച്ചൊന്നും കൊടുപ്പിക്കണ്ട, സമ്മർദ്ദവും ചെലുത്തണ്ട. കൊടുത്ത് അനുഗ്രഹം പ്രാപിച്ചവൻ സമയത്ത് കൊടുക്കും. അവൻ കൊടുത്തോണ്ടും ഇരിക്കും. അവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം. ഇത് യോഗത്തിന് നിന്ന് ഈ യോഗം വളരെ ബുദ്ധിമുട്ടിയാണ്. നിന്നോട് ആര് പറഞ്ഞ് നടത്താൻ? ദൈവം പറഞ്ഞോ? ദൈവം പറഞ്ഞെങ്കിൽ ദൈവം ചെയ്തോളും.
ദൈവം പറഞ്ഞില്ല നീ നിന്നെ നടത്തി, നീ തന്നെ ശരിയാക്ക്. നിങ്ങൾ കൊണ്ടുവരുന്ന പേഴ്സും മനസ്സും തുറക്കണം. ഇപ്പൊ സൗകര്യമില്ല. പേഴ്സും മനസ്സും തുറക്കണമെന്ന് നീ നോട്ടീസിനകത്ത് വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? അതിനകത്ത് വരുന്ന കടന്നു വരുവിൻ സംബന്ധിപ്പി പറ. നിങ്ങൾ സമാധാനം പറയാതെ വിടുകയല്ല ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരിക. കൊള്ളസങ്കേതത്തിൽ കൊടുക്കുന്നവൻ കൊടുത്തോളുമെന്ന്. വേല ദൈവത്തിൻ്റെതാ. നീ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്ക്, നീ ഇരിക്കുന്നിടത്ത് ദൈവം കൊണ്ട് തരും. ദൈവം വിശ്വസ്തനാ. ഇവന് ദരിദ്രന്മാരുടെ അനുകമ്പയൊന്നും വേണ്ട. ഇവൻ കള്ളനാ. കള്ളൻ മാത്രമല്ല, അടിച്ചു മാറ്റുക ഇവന്റെ പണി. എന്നും അടിച്ചു മാറ്റി. യേശു ചോദിക്കുന്നില്ലല്ലോ കർത്താവ്. എന്തിനാ ചോദിക്കുന്നത്? ഇവിടെ സമുദ്രത്തിന്റെ അടുത്തിട്ട് കൂടെ ഊളിയിട്ട് പോയ മത്സ്യത്തിന്റെ ഉദരത്തിൽ ഇരുന്ന ചാർദരിദ്രമ്മ കണ്ടവനാ കർത്താവ്. പിന്നെ നീ അടിച്ചു മാറ്റുന്ന കാണാതിരിക്കുവോ? അഗ്നിയാലയ്ക്കൊത്ത കണ്ണുള്ളവനാ. പക്ഷെ ഇവനെ ഒരു ഡയലോഗ് പറഞ്ഞു, ഇത് വെറും ദരിദ്രന്മാർക്ക് കൊടുക്കരുതായിരുന്നു. കർത്താവ് അവരെ ഉടനെ ശാസിച്ചു പറഞ്ഞൊരു പദമുണ്ട്. അടുത്ത വാക്യം വായിച്ച നമുക്ക് പെട്ടെന്ന് നിർത്താം. വായിച്ചേ സാഹു പാസ്റ്ററെ. ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കലുണ്ടല്ലോ. അവളെ വിടുക, അവളെ തടയരുത്. അത് വായിച്ചേ. അവളെ വിടുക. എന്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്കായി. ഒന്നുകൂടെ നന്നായിട്ട് വായിച്ചേ. എന്റെ ശവസംസ്കാരം. യേശു പറഞ്ഞത് മുതൽ അങ്ങോട്ട് വായിച്ചേ. യേശുവോ അവളെ വിടുക. മറിയെ വിടറേ. നീ ഉമ്മ മറിയെ കയറി ഉപദ്രവിക്കാതെ. നീ ഒടുക്കുകയില്ല, കൊടുക്കുന്നവനെ വിട്ട് കൊടുപ്പിക്കുകയില്ല. നീ ഈ സഭയെ വന്ന കാലം മുതൽ നീ അടിച്ചു മാറ്റുക. എന്നിട്ട് നീ കയറി കൊമ്പ് കോർക്കരുത്. അവളെ സിസ്റ്റർ മറിയെ വിട്. പിന്നെ എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവര് അയ്യോ ഇത് വെറും ചെലവാ, പാഴ് ചെലവാ. തമ്പുരാൻ പറഞ്ഞ അവളെ വിട്. അവളെ എൻ്റെ ശവസംസ്കാര ദിവസത്തിനായിട്ട് നേരത്തെ ഇത് ചെയ്തിരിക്കുക. നിങ്ങൾ പുസ്തകം പഠിച്ചേ, നിങ്ങൾക്കറിയാം. ഞാൻ നിർത്തുക. നമ്മുടെ കർത്താവ് തിരുവെടുത്ത് പറഞ്ഞതുപോലെ കഷ്ടാനുഭവങ്ങൾ, തിരുവെടുത്ത് പറഞ്ഞ പോലെ ജനിച്ചു, തിരുവെടുത്ത് പറഞ്ഞ പോലെ ജീവിച്ചു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ പങ്കപ്പാടുകൾ സഹിച്ചു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ചു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അടക്കി, തിരുവെടുത്ത് പറഞ്ഞതുപോലെ ഉയർത്തു. അപ്പൊ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശുവിനെ മരിച്ചു ക്രൂശിൽ നിന്ന് അവിടുത്തെ തിരുശരീരം ഇറക്കി. യേശു ഉറക്കത്തിൽ വിളിച്ച് പ്രാണനെ വിട്ടെന്ന നമുക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു. അവിടുത്തെ തിരുശരീരം നിക്കോദോമസും അതുപോലെ തന്നെ മന്ത്രിയും കൂടെ ചേർന്ന് പീലാത്തോസിന്റെ അനുവാദത്തോടെ അവിടുത്തെ തിരുശരീരം ക്രൂശിൽ നിന്ന് ഇറക്കി 100 രാത്രി സുഗന്ധ കൂട്ടുന്ന നിർമ്മല ശീലക്കകത്ത് പൊതിഞ്ഞ് അരിമത്തിയിലെ യോസേപ്പിന്റെ ആരേമ്മക്കത്ത കല്ലറക്കകത്ത് കൊണ്ട് അടക്കി കല്ലുവൊക്കെ ഉരുട്ടി വെച്ച് മുദ്ര വെച്ച് പടയാളികളൊക്കെ അവര് കാവലേർപ്പെടുത്തി. സഹോദരിമാർക്കാർക്കും ഉറക്കം വന്നില്ല. എൻ്റെ ചിന്തയാ, അധികാലത്ത് എഴുന്നേറ്റു. ഒരുക്കിയ സുഗന്ധവർഗവുമായിട്ട് നേരെ, എൻ്റെ ഭാഷയാ, പെണ്ണുങ്ങളെല്ലാം കൂടെ കല്ലറയിലോട്ട് ഓടി. ഈ കല്ലറയിൽ അതിരാവിലെ പോയ സഹോദരിമാരുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരൊക്കെയാ പോയത്? നിങ്ങൾ സഹോദരിമാര് പറ. മറിയ, ഉറക്കെ പറ. പൂമാലെ, മറിയ, ശലോമ, പുസ്തകം വായിക്കുന്ന ആളാ. ശലോമ, പിന്നെ ശരിയാ, മറ്റേ മറിയ, അതാ മഗ്ദലന മറിയം, മറ്റേ മറിയ, ശലോമ, സൂസന്ന, യോഹന്ന. അതാ. അപ്പൊ സൂസന്ന, യോഹന്ന, മറ്റേ മറിയ, ശലോമ, മഗ്ദലന മറിയ. നമ്മൾ വെളുപ്പിന് ഒരു പാട്ട് പാടുകയല്ലേ, മഗ്ദൽ മേരി അതിരാവിലെ. രാത്രി ആണെങ്കിലും പാടിക്കോ, അമേരിക്കക്കാർ രാവിലെ പാടിക്കോളൂ. മഗ്ദൽ മേരി അതിരാവിലെ കൂട്ടരുമായി അങ്ങ് മഗ്ദൽ മേരി അതിരാവിലെ ആട്ടെ. രാവിലെ പാട്ടും പ്രാർത്ഥനയുള്ള ആൾക്കാരാ വന്നേക്കുന്നത്. അതുകൂടെ ഒന്ന് അറിയാൻ വേണ്ടിയായിരുന്നു.
അപ്പോൾ കല്ലറയിലേക്ക് ഓടിപ്പോയത് മഗ്ദലന മേരി, മറിയം, മറ്റേ മറിയ, സൂസന്ന, യോഹന്ന, ശലോം. എന്നാൽ ബഥാന്യയിലെ മറിയ പോയില്ല. ഒരുക്കിയ സുഗന്ധവർഗവുമായിട്ട് മഗ്ദലന മറിയം പോയി, സൂസന്ന പോയി, യോഹന്ന പോയി, ശലോമ, ഇവരെല്ലാം അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ ഒരുക്കിയ സുഗന്ധവർഗവുമായിട്ട് അവൻ കല്ലറയിലോട്ട് ഓടി. കല്ലാരും ഉരുട്ടി മാറ്റുമെന്നൊക്കെ പറഞ്ഞ ഈ മാന്യ സഹോദരിമാർ ഓടിച്ചെന്നത്. പക്ഷെ ആ കൂടെ ബഥാന്യയിലെ മറിയ പോയില്ല. അതിൻ്റെ കാരണവും കൂടെ അങ്ങ് പറഞ്ഞേക്കാം. അവള് നേരത്തെ അത് ചെയ്തു. അവള് സമയം തക്കത്തിൽ ഉപയോഗിച്ചു. പെസഹായ്ക്കാറ് ദിവസം മുമ്പ് മറിയയ്ക്ക് മനസ്സിലായി. കാരണം മറിയ ചുമ്മാ യോഗത്തിന് കൂടുന്ന മറിയ അല്ല, അവളെ പാറപിടത്തിൽ അങ്ങോട്ടിരിക്കും. യേശു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അന്നേരം മറിയ അവിടെ ചെന്ന് ഗുരുവിൻ്റെ താഴെ ഇരിക്കുമല്ലേ, അങ്ങനെ മറിയ ഇങ്ങനെ ഇരിക്കും. അവിടുന്ന് കേൾക്കുന്നതെല്ലാം എൻ്റെ ചിന്തയാ, ഗ്രഹിക്കും, മുഴുവൻ ഗ്രഹിച്ചെടുക്കും. അല്ല ചുമ്മാ കൈയടിച്ച് ഗ്ലോറി വിറ്ററി കാൽവരി എന്നും പറഞ്ഞ് ഞെട്ടിയേച്ച് പോവുമല്ല. മുഴുവൻ മറിയ അവിടെ ഇരുന്ന് ഗ്രഹിക്കും. അപ്പൊ അവിടുന്ന് തിരുവായി അങ്ങോട്ട് ഒഴിയും. അവിടുന്ന് പറയും, ഹാമൻ മനുഷ്യപുത്രൻ പിടിക്കപ്പെടാൻ പോകുകയാ. ഗ്രഹിച്ചു. യോന മത്സ്യത്തിന്റെ കുതിര തിരിയുന്നത് പോലെ മനുഷ്യപുത്രൻ ഇരിക്കും. ഗ്രഹിച്ചു. ഈ മന്ദിരം പൊളിക്ക് 3 ദിവസം കൊണ്ട് പണിയും. മറിയ ഗ്രഹിച്ചു. മനുഷ്യപുത്രൻ അവൻ കഷ്ടം അനുഭവിക്കാൻ പോകുകയാ. മറിയ ഗ്രഹിച്ചു. എന്നെ അവർ പിടിക്കും, അത് മറിയ ഗ്രഹിച്ചു. എന്നെ കൊല്ലും, എന്നെ ക്രൂശിക്കും, ഞാൻ മരിക്കും, ഞാൻ ഉയർക്കും. ഇതെല്ലാം അവിടുന്ന് അങ്ങോട്ട് പറയുന്നത് മറിയ ഇന്നത്തെ രീതി അനുസരിച്ചാണ് ഒന്ന് എഴുതി അങ്ങ് എടുക്കുക, പോയിന്റ് ആയിട്ട്. അപ്പൊ മറിയയ്ക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. എൻ്റെ വീട്ടിൽ വരുന്ന അവിടുന്ന്, ഈ ഗുരു, ഈ നസറായൻ, ഈ റബ്ബുനി അവിടുന്ന് മരിക്കും, മാനവജാതിയുടെ പാപപരിഹാരം വരുത്തുവാൻ. അവിടുന്ന് പീഡിപ്പിക്കപ്പെടും, അവിടുത്തെ ഉപദ്രവിക്കും, അവിടുത്തെ മുതുക ഉടവുചാല് പോലെ നീളത്ത് കീറും. മാത്രമല്ല അവിടുത്തെ തലയിൽ മുൾക്കിരീടം അരിക്കും, അവിടുത്തെ രോമങ്ങൾ പിടിതെടുക്കും, ചാട്ടവാറ് കൊണ്ട് അടിക്കും, അവിടുന്ന് പങ്കപ്പാട് സഹിക്കും, അവിടുന്ന് വേദന സഹിക്കും. ഓ ഇടയനെ വെട്ടും, ആടുകൾ ചെതറും, ഒരുത്തരും കൂടെ കാണുകയില്ല. ഒരു പക്ഷേ അന്നേരം എനിക്കും പോകാൻ ഒക്കുമോ എന്ന് അറിയത്തില്ല. എനിക്കും ആ സന്ദർഭത്തിൽ യഹൂദനെ പേടിച്ച്, റോമാക്കാരെ പേടിച്ച്, ഗവൺമെന്റിനെ പേടിച്ച്, പടയാളികളെ പേടിച്ച് എനിക്കും ഒരു പക്ഷേ ആ സമയത്ത് അല്പ സുഗന്ധവർഗം ഇടാൻ പോകുമോ എന്ന് എനിക്കറിയത്തില്ല. മറിയ വിശ്വസിച്ചത് കൊണ്ട് അവൾ തീരുമാനമെടുത്തു. അവിടുന്ന് മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ സ്വച്ഛ ജഡമാംസ തൈലം അവിടുത്തെ തൃപ്പാരത്തിലൊഴിക്കുക. അവൾ വിശ്വസിച്ചു, വചനം വിശ്വസിച്ചു, യേശുവിനെ വിശ്വസിച്ചു, അവിടുത്തെ വാക്ക് വിശ്വസിച്ചു. ബഥാനിയിലെ മറിയയ്ക്ക് മനസ്സിലായി, അവിടുന്ന് കഷ്ടം സഹിക്കും, അവിടുന്ന് പങ്കപ്പാട് സഹിക്കും, അവിടുന്ന് പീഡകളേൽക്കും, അവിടുന്ന് ക്രൂശിക്കപ്പെടും, അവിടുന്ന് വിധിക്കപ്പെടും, അവിടുന്ന് മരിക്കും, അടക്കും, അവിടുന്ന് ഉയർക്കും. പക്ഷേ മരണസമയത്ത് എനിക്ക് പോകാൻ പറ്റുമോ, കാണാൻ പറ്റുമോ? അയ്യോ, അവക്കൊരു ചിന്താഭാരം വന്നപ്പോൾ 1 വർഷം മുഴുവൻ ഒരു യഹൂദൻ, അന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ പണിതാൽ അതിന്റെ ജോലി പ്രതിഫലത്തിന് കിട്ടുന്നതായി സ്വച്ഛ ജഡമാംസത്തൈലം, അത് മുഴുവൻ അവള് അവിടുത്തെ ശിരസിൽ കൊണ്ടൊടിച്ച്, പാരത്തിലൊടിച്ച്, തലമുടി കൊണ്ട് തോർത്തി. എന്റെ കേൾക്കുന്ന പ്രിയരെ, മറിയ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഇന്ന് രാത്രി നീ യേശുവിന്റെ പാറപിടത്തിൽ മുട്ടുമടക്ക്. ഇന്ന് രാത്രി യേശുവിന്റെ അടുക്ക നീ കടന്നു വാ. ഇന്ന് രാത്രി യേശുവിനായി സമർപ്പിക്ക. ഹല്ലേലൂയ. എപ്പോഴും അവസരം കിട്ടിയെന്ന് വരികയില്ല, എപ്പോഴും സന്ദർഭം ലഭിച്ചെന്ന് വരികയില്ല. ഇന്ന് രാത്രി തളർന്നു പോകരുത്, ക്ഷീണിക്കരുത്. യേശുവിന്റെ അടുക്ക വന്ന് മുട്ടുമടക്ക്. നിന്നെ തന്നെ സമർപ്പിക്ക്. യേശുവേ, ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. യേശുവേ, ഇന്ന് രാത്രി എന്നെ ഏൽപ്പിക്കുന്നു. യേശുവേ, എന്നെ കൈവിടരുത്. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. ദുഷ്കാലമാകയാ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും അല്പസമയം കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഒരു പഴയ പാട്ടിൻ്റെ 2 ചരണങ്ങൾ ചേർന്ന് പാടി കൈകളടിച്ച് പാടിക്കോ. നാളെയാണല്ലോ സമാപന യോഗ. കൈകളടിച്ച് പാടി നമുക്കങ്ങ് പിരിയാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കരമുയർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നിൻ പ്രാണൻ പോകും ആത്മാവിൻ
രക്ഷയെ നേടിയിടുക നിൻ പ്രാണൻ പോകും മുൻ ആത്മാവിൽ രക്ഷയെ നേടിയിട ശ്രീയേശുപാദ വരുമോ നീ വേഗം ശ്രീയേശുപാദ വരുമോ നീ വേഗം കാലം നീ കളയാതെ നീ അതു മറക്കാതെ ഓ ശ്രീയേശുപാദ വരുമോ നീ വേഗം ശ്രീയേശുപാദ വരുമോ നീ വേഗം കാലം നീ കളയാതെ നീ അതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ നീ അതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ നീ അതു മറക്കാതെ പാട്ടുവാണിടും ധനാഢ്യ സാധുക്കളായോരും വാണിടും ധനാഢ്യ സാധുക്കളായോരും എല്ലാരും അന്ത്യ ഒരുപോലെ ലോകം എല്ലാരും ഒരുപോലെ ലോകം ഇല്ലാതെ വെടിഞ്ഞിടും നീ അതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ നീ അതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ നീ അതു മറക്കാതെ കരമുയർത്തി ഹല്ലേലൂയ പാടാ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാ. ഇത് ദുഷ്കാരമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. നീ രക്ഷിക്കപ്പെടണം. നീ വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. യേശുനാമത്തിൽ മുങ്ങരുതെന്നായി പറഞ്ഞത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നീ ആത്മസ്നാനം പ്രാപിക്കണം. തമ്പേരടിക്കുമ്പോൾ ചാടുകല്ല. ആത്മസ്നാനം അന്യഭാഷാ ഭാഷണത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. വേർപാട് പാലിക്കണം. തിരുമേശ കിടക്കണം. അപ്പം കുറുക്കില് ട്രാഫിക് പോലീസിനെ പോലെ നിൽക്കരുത്. തിരുമേശ എടുക്കണമെന്ന് കൂട്ടായ്മ ആചരിക്കണം. ഞായറാഴ്ച കരുനാ പൊങ്ങും പോലെ പൊങ്ങി വെച്ച് പോകരുത്. മനസ്സിലായോ? പ്രാർത്ഥന കഴിക്കണം. രഹസ്യ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, കൂട്ടമായിട്ടുള്ള പ്രാർത്ഥന മുടക്കരുത്. അനുദിനം മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. സമയം തക്കത്തിൽ ഉപയോഗിച്ചോണം. ദൈവം അതിന് നിങ്ങൾക്കെല്ലാം കൃപ നൽകട്ടെ.